നമ്മുടെ പ്രാണനെ നമുക്ക് തിരികെ നൽകിയതോർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ, നന്ദിയുള്ള അതരത്തോടെ അങ്ങനെ വേണം നാം പാടുവാൻ. ഹല്ലേലൂയ. 1000 നാവുകളാൽ നമുക്ക് സ്തുതിക്കുവാൻ കഴിയാതെ നമ്മുടെ പ്രാണനെ നമുക്ക് തിരികെ നൽകിയ ദൈവത്തെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ കൈകളെ അടിച്ച് ഇത് പാടുന്ന പാട്ടിന്റെ ഈരടികള് ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് ഹല്ലേലൂയ. ഈ പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നത്, 1000 നാവുകളാല് കർത്താവേ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെ അത് മറക്കുവാൻ സാധ്യമല്ല. നമുക്ക് ചേർന്ന് പാടാം. ഹല്ലേലൂയ. ദൈവം നമ്മെ സഹായിക്കട്ടെ. 1000 നാവുകളാൽ അതു വർണ്ണിപ്പതിനെഴുതു. ഓ 1000 നാവുകളാൽ അതു വർണ്ണിപ്പതിനെഴുതു. 10,000 രംശം ചൊല്ലിടുവാൻ പാരില സാധ്യമാകോ. 10,000 രംശം ചൊല്ലിടുവാൻ പാരില സാധ്യമാകോ. എന്താതിശയമേ ഹല്ലേലൂയ. എത്ര മനോഹരമേ മേഴും തിരുമാർവിലുല്ലാസമായി സന്തതം ചേർന്നിരുന്ന ഏകജാതനമേശുവേ പാതകർക്കായി തന്ന സ്നേഹമതിശയമേ. ഏകജാതനമേശുവേ പാതകർക്കായി തന്ന സ്നേഹമതിശയമേ. എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. പാപത്താൽ നിന്നെ ഞാൻ കോപിപ്പിച്ചുള്ളൊരു കാലത്തിലും ദയവാ. പാപത്താൽ നിന്നെ ഞാൻ കൊല്ലുന്നേ. ഏകപാപിയ നീ എന്നെ സ്നേഹിച്ചതോ. എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഹല്ലേലൂയ. ദൂരബലബലവശദര രേഖദാ Praise the Lord, praise the Lord, hallelujah, hallelujah, praise the Lord, hallelujah, hallelujah. കർത്താവേ നീ എന്നെ പരിപാലിച്ചല്ലോ, നീ എന്നെ സൂക്ഷിച്ചല്ലോ. ഇന്ന് പകൽക്കാലം പുരാതന നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഇന്നത്തെ ശുശ്രൂഷ വളരെ അനുഗ്രഹമായി തീരണം. ഈ ആത്മഹാലലു ലോകത്തിൽ ജീവിക്കണമെങ്കിൽ, ഈ ജഡികമായ ഈ ലോകത്തിൽ നമുക്ക് മുന്നോട്ട് കടന്നു പോകണമെങ്കിൽ ദൈവത്തിന്റെ ആത്മശക്തി ആവശ്യമാണ്. അപ്പ ഇവിടെ നിലനിൽക്കുവാൻ എൻ്റെ മേലൊരു അഭിഷേകം നീ പകർന്നു തരണമേ. അതിന് ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നടക്കുന്ന എല്ലാ ശുശ്രൂഷകളുടെ മേലും ദൈവത്തിന്റെ അസാധാരണമായ ഒരു ദൈവ കൃപ കർത്താവെ പകർന്നു തരണമെന്ന് നമ്മുടെ ഹൃദയങ്ങളെ നമ്മെ തന്നെ ഹല്ലേലൂയ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് സമർപ്പണത്തോടെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. എല്ലാവരും ഹൃദയം തുറന്ന് ഹല്ലേലൂയ ദൈവത്തോട് പ്രാർത്ഥിക്കാം. മൗനമായിട്ടല്ല. അപ്പ ഒന്നോർത്താൽ മതി, നീ എന്നെ പരിപാലിച്ചത്, എൻ്റെ പ്രാണനെ എനിക്ക് തിരികെ നൽകിയത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം കടന്നു വന്നു
തിരിച്ചു മടങ്ങി ചെല്ലുമെന്ന് ഒരു ഉറപ്പുമില്ല. ഊരാധനതലഘടക നിൽക്കുന്ന നിമിഷങ്ങൾ ഹല്ലേലൂയ, ദൈവത്തിന്റെ സന്നിധിയില് ഹല്ലേലൂയ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവേ, ഈ അന്ധകാര ശക്തി മാറുവാൻ ദൈവത്തിന്റെ ആത്മശക്തി ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളൊന്ന് തരുന്നു. നമുക്ക് ഒരു പാട്ടിന്റെ ഈരടി പാടുമ്പോൾ അഭിഷേകത്തോടെ അധികാരത്തോടെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പാടാമല്ലോ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാനാ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാനാ കൃപയാ. കൃപയാ എന്നെ പകർന്നൊരു ശക്തി. എന്നിൽ പകർന്നൊരു ശക്തി. തകർന്നിടേ മനം കരുതുന്നവൻ എറിടും വേളകളിൽ, പഴിദൂഷിയേറിടും നാളുകളിൽ തകർന്നിടേ കൃപയാൽ. കൃപയാൽ എന്നെ പകർന്നു ശക്തി. കൃപയാൽ 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 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൃപയാൽ കൃപയാൽ ശക്തിയോടെ ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമേ, ദൈവത്തിന്റെ സ്നേഹം ഓർത്തുകൊണ്ട് കഴിയാതിരിക്കുമ്പോൾ എത്രയോ ശ്രേഷ്ഠമായ ദൈവത്തിന്റെ കരുതൽ എല്ലാവർക്കും അതേ സമയങ്ങളിൽ പ്രാർത്ഥനയോടെ ഇരിക്കാം. പ്രേസവലിവനായ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത പ്രയാസിയെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള നിമിഷം ചില വിഷയങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസങ്ങളിലായിരിക്കാം. ആമേൻ. സിസ്റ്റർ കൊച്ചുമോൾ അമ്മാമ്മയും അതുപോലെ നേരിമംഗലം IPC സെൻട്രലിലുള്ളതായ ജോസഫ് സെബാസ്റ്റ്യൻ പാർസും തുടർന്ന് പ്രാർത്ഥിക്കും. ചില വിഷയങ്ങൾ ഞാൻ പറയാം. നമ്മുടെ ഗിൽഗാൽ പ്രയർ ഫെലോഷിപ്പിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബാംഗങ്ങൾ എല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് മീറ്റിംഗിൽ പലരും വരുവാൻ ആഗ്രഹിച്ചു. എന്നിരുന്നാൽ തന്നെ കാലാവസ്ഥയുടെ പ്രയാസ നിമിത്തം കടന്നു വരാൻ കഴിയാതെ അവൻ ആഗ്രഹത്തോടെ ഭവനങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവൻ വിദേശ രാജ്യങ്ങളിലും അതുപോലെ അന്യ സംസ്ഥാനങ്ങളിലും അവൻ വിവിധ ഇടങ്ങളിൽ ആയിരിക്കുന്ന നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ സന്നിഹിതരായിരിക്കും എല്ലാ അഭിഷേകദാസിദാസന്മാരെയും ദൈവമക്കളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. വിശേഷാൽ ഇവിടെ നമുക്കിങ്ങനെ അവസരം ഒരുക്കിയ ബെത്സൈദ IPC ചർച്ചിനെ ഓർത്തും ദൈവദാസനെ കുടുംബത്തെ ഓർത്തും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇവിടെ ഒരു സ്നാന ശുശ്രൂഷ നടക്കുന്നുണ്ട്. ശുശ്രൂഷ അനുഗ്രഹമായി തീരുവാൻ കർത്തദാസനെ കൃത ബലപ്പെടുത്താൻ, അതുപോലെ തിരുമേശ നമ്മുടെ മധ്യമുണ്ട്. മേശെങ്കിൽ സൂക്ഷിപ്പാൻ അഭിഷേകദാസനെ കൃത ബലപ്പെടുത്തട്ടെ. നമുക്ക് എല്ലാവർക്കും വലിയ അനുഗ്രഹമായി മാറുവാൻ തുടർന്ന് എല്ലാ ശുശ്രൂഷ അനുഗ്രഹത്തെ വഹിച്ചുകൊണ്ട് ആമേ. സിസ്റ്റർ കൊച്ചുമോൾ അമ്മ ഇപ്പോൾ പ്രാർത്ഥിക്കും. നിന്റെ പാദപിടെങ്കിൽ ആ പാദപിടത്തിലേക്ക് അടികൾ ഇന്ന് കാലം ഞങ്ങൾ പലയിടത്തു നിന്ന് കടന്നു വന്ന് മുട്ടുമടക്കിയെങ്കിൽ അപ്പാ ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, ഹല്ലേലൂയ കർത്താവേ, കടന്നു വന്ന് മുട്ടുമടക്കിയിരിക്കുന്ന ഓരോരുത്തരെയും നിന്റെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. ദൈവകൃപ ഓരോരുത്തരുടെ മേൽ പകരണമേ, ദൈവസ്ഥാനത്തിൽ മറയ്ക്കണമേ, ശക്തീകരിക്കണമേ. പ്രാർത്ഥിക്കും കർത്താവേ. കർത്താവേ, ഞങ്ങളുടെ കർത്തന്മാരെ ശുശ്രൂഷ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരണം കർത്താവേ. കല്ലയോ കടന്നു വന്ന ഓരോ ദൈവദാസന്മാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും കർത്താവേ. ഓരോ ശുശ്രൂഷ അവർ ചെയ്യുമ്പോൾ അത് ദൈവഹിത പ്രകാരം ആ ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ നിന്ന് കർത്താവേ ചെയ്യുവാനുള്ള ദൈവകൃപ
കൃപ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കുമാറാക്കണമേ. പ്രാർത്ഥിക്കും കർത്താവേ. ക്രൂശിന്റെ മറവിൽ നിന്ന് സംസാരിപ്പാൻ ഓരോരുത്തരെയും നീ ബലപ്പെടുത്തണം, ശക്തീകരിക്കണം കർത്താവേ. ഞങ്ങളെ ഓരോരുത്തരെയും പാദപ്പെടുത്തി വീണ്ടും സമർപ്പിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയോടന്തം ഏറ്റവും അനുഗ്രഹമായി തീരണം കർത്താവേ. എല്ലാ പ്രാർത്ഥനയാചന കേട്ടതിനായി സ്തോത്രം. സകല മഹത്വം മാനം അങ്ങേക്ക്. സകല ഞങ്ങൾക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സമ്പന്നനായ സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ അനുഗ്രഹീതമേറിയ നല്ല പകലിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ ദേശത്ത് ഗിൽഗാൽ പ്രയർ ഫെലോഷിപ്പിനോടനുബന്ധിച്ച് അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങൾക്കെല്ലാവർക്കും കൂടി വരുവാൻ അങ്ങേ വിളിച്ചപേക്ഷിപ്പാൻ നൽകിയ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കൃപ അവരുടെ മേലൊക്കെയും പകരണമേ കർത്താവേ. വിവിധ രാജ്യങ്ങളിൽ, മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ തുല്യ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു പാസ്റ്റർ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കൃപയാ കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവേ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ആമേ. കൃപയാൽ 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 ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി, ദൈവനാമ മഹത്വത്തിനായി ഓ സാത്താനെയും സൈന്യത്തെയും കാൽവരികൾ തകർച്ചു കളഞ്ഞ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. യേശുവിന്റെ നാമത്താൽ, യേശുവിന്റെ നാമത്താൽ ആരാധിക്കുവാനുള്ള കൃപ, ആരാധിപ്പാനുള്ള ശക്തി, ആരാധിപ്പാനുള്ള കൃപയും മഹത്വവും ഇന്ന് പകൽ സമയം ദൈവമേ അവിടുന്ന് പകരണമേ യേശുവിന്റെ രക്തത്താൽ. ദൈവാത്മാവിന്റെ അതേ ശക്തിയാൽ ഹല്ലേലൂയ. രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ദൈവമേ കൃപ എവിടെ വ്യാപരിക്കട്ടെ, കൃപ എവിടെ വ്യാപരിക്കട്ടെ. ആത്മാപരപരിച്ച് വെളിപ്പെടട്ടെ. ദൈവിക കൃപ എവിടെ വ്യാപരിപ്പാൻ, ആത്മാവിന്റെ ബലം അടുത്ത് പ്രാപിപ്പാൻ, അഭിഷേകത്തോടെ കർത്താവേ നിലകൊള്ളുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ടതായ ശുശ്രൂഷ ദൈവം ഇന്ന് പകൽ സമയം ദൈവം നമുക്ക് തന്നുവല്ലോ. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസമരം ഹല്ലേലൂയ. ഒരു പാട്ടുകൂടെ നമുക്കൊന്ന് പാടി കർത്താവിനെ നമുക്ക് ശുശ്രൂഷ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് അത് കൃപ ചെയ്തു. ഹല്ലേലൂയ. ആമേൻ. സ്ഥാനപ്പെടുത്തുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം ശക്തീകരിച്ചു. ആമേൻ. കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് കർത്താവിന്റെ ദാസിയെ ദൈവം ബലപ്പെടുത്തി. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപ പിന്നെയും പകരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കേണ്ടതിനായി കർത്തൃകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തുടർന്നുള്ള അനേക ശുശ്രൂഷകളുണ്ട്. കർത്താവിന്റെ മേശ നമ്മുടെ മുമ്പിലുണ്ട്, വചന ശുശ്രൂഷയുണ്ട്. ഇതെല്ലാം അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കേണ്ടതിനായി കർത്താവിന്റെ ദാസൻ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും നമുക്ക് അടയ്ക്കാം. ദൈവസ്ഥലം ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൻ്റെ ഭൂമിക്ക് നാഥനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകലിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, ഈ ഭൂപരപ്പിൽ വെച്ച് കർത്താവേ സ്തോത്രം. അങ്ങേ വിശ്വസിക്കുവാനും അങ്ങ് ഞങ്ങൾക്ക് തന്ന കൽപ്പനകൾ പ്രമാണിക്കുവാനും തക്കവണ്ണം കർത്താവേ പ്രിയ സഹോദരിയെ കർത്താവ് അതിനായിട്ട് ഒരുക്കിയല്ലോ. അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ ശുശ്രൂഷ, സാന ശുശ്രൂഷ കർത്താവെ ചെയ്തെടുക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവെ തുടർന്നുള്ള ശുശ്രൂഷകളുടെ മേൽ ദൈവത്തിൻ്റെ അളവറ്റ സാന്നിധ്യം ചലിക്കേണ്ടതിനായി ഞങ്ങൾ നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ ആ സ്തോത്രം കർത്താവെ, അങ്ങയുടെ മേശ ഞങ്ങളുടെ നടുവിലുണ്ടല്ലോ കർത്താവെ. സ്തോത്രം. ഇതിൽ നിന്നൊക്കെ ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. ആ ശുശ്രൂഷകൾ കർത്താവെ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ദാസന്മാരെ കർത്താവ് ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ അവൻ ആഴമേറിയ സത്യങ്ങളെ കർത്താവെ ഇന്ന് കർത്താവെ സ്വത്രം ഈ പകൽക്കാലം കർത്താവെ ഇവിടെ കൈമാറ്റം ചെയ്യുവാൻ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇവിടെ കൂടപ്പെട്ടിരിക്കുന്ന കർത്താവെ ദൈവജനം ഒരുമിച്ച് അവരല്ലിയ ദൈവദാസന്മാർ ഒരുമിച്ച് പാടുകയും പ്രാർത്ഥിക്കുകയും ആത്മാവിന്റെ നിറവിൽ കർത്താവിനെ
ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോൾ കർത്താവേശ്വത്ര ഈ ദേശത്തിന് ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ, കൂടപ്പെട്ടവർക്ക് വിടുതലിന് കാരണമായി തീരുവാൻ, നന്മകൾക്ക് കാരണമായി തീരുവാൻ തക്കവണ്ണം അവർ സ്വർഗത്തിലെ ദൈവം സഹായിക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാ. ചൂടാരാധാര വൈഡവന ഹർത്തപരാധിയാലഘടകസിയ യേശുവിൻ അധികാരമുള്ള നാമത്തിൽ കർത്താവേ അപ്പാ സ്തോത്രം. വിശേഷാൽ കർത്താവേ അപ്പാ സ്തോത്രം ഈ ചർച്ചിലും കർത്താവേ ദൈവദാസനും ദാസിക്കും തലമുറകൾക്കും കർത്താവേ അപ്പാ സ്തോത്രം ഈ ശുശ്രൂഷകൾ അപ്പാ ഈ കുടുംബങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ഇവിടെ കൂടപ്പെട്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് അവൻ ഒരേപോലെ അനുഗ്രഹത്തിനും വിടുതലിനും ദൈവിക നന്മകൾക്കും കാരണമായി തീരുവാൻ ദൈവാത്മാവ് ഇടയാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഒരുമിച്ച് അവിടുന്ന് അനുഗ്രഹിക്കും, തിരുസാന്നിധ്യം കൊണ്ട് നിറയ്ക്കും, അന്ധകാരത്തിന്റെ ശക്തികളെ കർത്താവ് വെട്ടിമാറ്റി ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വിശേഷാൽ കർത്താവേ ഇന്ന് പകൽക്കാലം അവൻ സ്നാനപ്പെട്ട കർത്താവേ പ്രിയ ആന്റിയെ ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭവനത്തിൽ അനേകർ കർത്താവെ നീ സ്നാനപ്പെടുവാനുണ്ടല്ലോ, അനേകർ യേശുവിനെ അറിയുവാനുണ്ടല്ലോ കർത്താവേ. അപ്പാ സ്തോത്രം കർത്താവേ. അവൻ താൻ രഹസ്യത്തിൽ വന്ന് കർത്താവെ സ്നാനപ്പെട്ടുവെങ്കിൽ വരും ദിവസങ്ങളിൽ കർത്താവേ അവൻ പരസ്യമായി അവൻ യേശുവിനെ സാക്ഷീകരിക്കത്തക്കവണ്ണം ആ കുടുംബം പൂർണ്ണമായി യേശുവിനെ അറിയത്തക്കവണ്ണം ആ ദേശത്തിന് ഒരു അനുഗ്രഹമായി തീരുവാൻ ആ ദേശത്തടവിൽ കർത്താവേ വേർതിരിയത്തക്കവണ്ണം കർത്താവിന്റെ നീതിയുള്ള കരം അതും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കേണ്ടതിനാൽ ഞങ്ങൾ ഒരുമിച്ച് അവനെ പ്രാർത്ഥിക്കുന്ന കർത്താവേ. താൻ അനുഭവിക്കുന്ന ആ സമാധാനം, ആ സന്തോഷം അവൻ തന്റെ ഭവനം, അവൻ തന്റെ ദേശം അനുഭവിക്കുമാറ് ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തേണ്ടതിനാൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യും. തുടർന്ന് മുൻപോട്ടുള്ള ശുശ്രൂഷകളെ മാനിക്കും. മഹത്വമെല്ലാം അങ്ങെടുക്കും. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗിൽഗാൽ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ ഇന്ന് ഇവിടെ വെച്ച് നടക്കുന്ന ഈ മീറ്റിംഗിൽ കടന്നു വന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ കൂടെ വന്ദനം അറിയിക്കുകയാണ്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിശേഷിച്ച സ്നാനം ഏറ്റ സഹോദരിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളായിട്ട് പ്രാർത്ഥിപ്പാൻ ദൈവ അവസരങ്ങൾ നൽകി. ഇന്ന് ദൈവകൽപ്പന അനുസരിപ്പാനുള്ള ഭാഗ്യം ദൈവം കൊടുത്തല്ലോ. വിശ്വസ്തയോടെ അന്ത്യം വരെയും ജീവിപ്പാൻ, സ്നാനത്തിന്റെ അവസാനം പറഞ്ഞ് മരണപര്യന്തം വിശ്വസ്തയായിരിക്കുക, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. ജീവിതാന്ത്യം വരെയും വിശ്വസ്തയോടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽപ്പാൻ ദൈവം ഇടയാക്കട്ടെ. ഞങ്ങൾക്കും കുടുംബമായി കടന്നു വരുവാൻ ഇടയായി. ഈ സമയത്ത് വരാൻ ഒക്കുമെന്ന് തോന്നിയല്ല. ഇന്ന് 2 സംസ്കാര ശുശ്രൂഷകൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ 2 പേര് മരിച്ചു. അത് 2ന്റെ അടക്കം ഇന്ന് തന്നെയാണ്. ഒരിടത്ത് ഇന്നലെ പോയെന്ന് അദ്ദേഹത്തെ കണ്ടില്ല, വീട്ടുകാരെ കണ്ടിട്ട് പോന്നു. ഇന്ന് ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരാണ്. അവിടെ ചെന്ന് 2 വാക്ക് പറഞ്ഞ് വേഗത്തിൽ അവിടെ നിന്ന് പോന്നു. 11 മണിയാണ് പറഞ്ഞത്, 10 കഴിഞ്ഞ് വന്നു. നേരത്തെ എത്താനിടയായി. ആമേൻ. എല്ലാവർക്കായി സ്തോത്രം. നിങ്ങളോട് ഒരുമിച്ചായിരിക്കുന്നതിൽ എനിക്കും സന്തോഷമുണ്ട്. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാ കർത്തൃദാസന്മാരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന ദൈവദാസിയെ കുടുംബമായി ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ഇത്രത്തോളം ദൈവത്തിന്റെ കൃപ കൂടെ ഇരുന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. അനുഗ്രഹീതനായ കർത്താവിന്റെ ദാസൻ അനിൽ പാസ്റ്റർ നമ്മുടെ കൂടെ ഉണ്ട്. ദൈവവചനം അദ്ദേഹം ശുശ്രൂഷിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ ആലയത്തിൽ കടന്നു വരുവാൻ ദൈവ അവസരം നൽകി. മറ്റൊരു ആലയത്തിലാണ് ഈ മീറ്റിംഗ് നടത്താൻ ആഗ്രഹിച്ചതെങ്കിലും സ്നാനക്കടവ് അവിടെ ഇല്ല, കുളമില്ലാത്തത് കൊണ്ടാണ് ഇന്ന് ഇവിടേക്ക് മാറ്റിയത്. എല്ലാറ്റിനായിട്ടും ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് എല്ലാത്തിനും ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി അനുസരിച്ച് നമ്മളിവിടെ ആയിരിക്കുക. ദൈവം കടന്നു വന്ന എല്ലാവരെയും ഈ ശുശ്രൂഷ സുമിലൂടെ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെയും കർത്താവ് ധന്യമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്കിന്ന് പകൽക്കാലമായിരിക്കാം. ദൈവം ധന്യമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മീറ്റിങ്ങുകൾ പലയിടത്ത് നടത്താറുണ്ട്. അത് നമ്മുടെ ജീവിതത്തിലൊരു ആത്മീയ ഉണർവിന് വേണ്ടിയാണ്, ആത്മീയമായി ശക്തീകരിക്കപ്പെടേണ്ടതിന് വേണ്ടിയാണ്, ബലം പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ്. ഒരുമിച്ച് കണ്ട് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരു അവസരമാണ് ഇങ്ങനെയുള്ള മീറ്റിംഗ്. അതുകൊണ്ട് ഇന്ന് ഇതിൽ കടന്നു വന്ന എല്ലാവർക്കും ഈ മീറ്റിംഗ് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ദൈവവചനം കേൾക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിന്റെ ദാസൻ അനിൽ പാസ്റ്റർ ദൈവവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കും. തുടർന്ന് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവദാസനെ ക്ഷണിക്കും. കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല കൂട്ടായ്മയ്ക്കായി ഞാൻ കർത്താവിനെ നിർവഹിക്കുന്നു.
അവിചാരിതമായിട്ടാണ് എനിക്കും ഇവിടെ കന്നത്തിനിടയായി തീർന്ന കർത്താവ് ദാസിയോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്ന് കാണുവാൻ ഞങ്ങൾക്ക് അല്പനിമിഷം ദൈവസന്നിധിയിൽ ദിവസം ഇപ്പം കർത്താവ് ഭാഗ്യം തന്നു അതിനുള്ള ബന്ധത്തിൽ ഇതുപോലെ ഞാൻ ഇവിടെ ആയിരിക്കുന്നു സ്തോത്രം ചെയ്യുന്നു. ഞാൻ അപ്രതീക്ഷിതമായി ഇതുപോലെ ഇവിടെ നിൽക്കുന്ന ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. വേദിയിലെ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാരെ എല്ലാവരും ഞാൻ കർത്താവിന് നാം വന്ദനം ചെയ്യുന്ന സമയമില്ലാത്തതുകൊണ്ട് പേര് പറയാൻ എനിക്ക് എല്ലാവരും പേര് അറിയത്തില്ല. എങ്കിലും കർത്താവിൻ്റെ ദാസിയെയും കുടുംബത്തെ വിശ്വസിച്ച് ഓർക്കുന്നു, കർത്താവ് ദാസിനെ ഓർക്കുന്നു. എല്ലാവരെയും ഇന്ന് ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. സ്ഥാനപ്പെട്ട പ്രിയ സഹോദരിയും കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കും. സ്തോത്രം കുടുംബത്തെ കർത്താവ് നിലനിർത്തട്ടെ. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പയാണ് ആ പ്രിയപ്പെട്ട സഹോദരി കടന്നു സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. നാം ഇതുവരെയും പ്രിയപ്പെട്ട സഹോദരി വാക്ക് ഞാൻ പറയുകയാണ്, ഇവർക്ക് സ്തോത്രം ചെയ്യുന്നു. ഇതുവരെയും ജീവിച്ചത് പാപത്തിലാണ് ജീവിച്ചത്. ഇന്ന് തൊട്ട് ജീവിക്കുന്ന പാപത്തോട് യുദ്ധം ചെയ്തൊരു യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒന്നാമത്തെ മേഖല പാവമായിട്ടുള്ള യുദ്ധമാണ്. അത് കഴിഞ്ഞ് സാത്താനുമായിട്ട് യുദ്ധമുള്ളൂ, അത് കഴിഞ്ഞ് ലോകവുമായിട്ട് യുദ്ധമുള്ളൂ. അതുകൊണ്ട് പ്രത്യേകം ഓർത്തണം, ഒന്നാമത്തെ കടമ്പ പാവവുമായിട്ട് യുദ്ധം. ഇന്ന് തൊട്ട് യുദ്ധം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഭയപ്പെടുത്താൻ പറയില്ല. ആ യുദ്ധത്തിനകത്ത് നിൽക്കുമ്പോൾ തോറ്റുപോകാതിരിക്കാൻ ഏറ്റവും ആവശ്യം പ്രാർത്ഥനയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് ഹല്ലേലൂയ. ഏത് കാര്യത്തിലും ഒരു പ്രാർത്ഥനാ ജീവിതം ഉള്ളവർക്ക് മാത്രമേ നിലനിൽക്കാൻ കഴിയത്തുള്ളൂ. സ്തോത്രം ചെയ്യുന്നു. വ്യക്തമായിട്ട് ഒരു കാര്യം പറയുന്നു. നമ്മൾ ഒരു ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഒരു കൂട്ടായ്മ വെക്കുമ്പോൾ 5 മിനിറ്റോ 10 മിനിറ്റ് പ്രാർത്ഥന കഴിയത്തുള്ളൂ. മണിക്കൂറിൽ പ്രാർത്ഥിപ്പാൻ പലർക്കും കഴിയത്തില്ല. ഇന്ന് പലർക്കും ഞാൻ പറയുന്നു, ഒരു പ്രാർത്ഥനാപരം ദൈവത്തിന് ഞാൻ വ്യക്തമായി ഓർപ്പിക്കുന്നു. ഒരു പ്രാർത്ഥനാപരം ഉള്ളവരായിരിക്കണം. ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഇതൊരു വല്ലാത്തൊരു കാലഘട്ടമാണ്. ദൈവത്തെ സ്തോത്രം. ആത്മലോകം തകർന്നു കിടക്കുന്ന മണ്ഡലം ഇന്ന് വൽക്കാലം പുതുക്കി പണിയുമെങ്കിൽ നാം ഓരോരുത്തരും ഇന്ന് വൽക്കാലം ആത്മാവിൽ പ്രാർത്ഥനയുള്ളവരായിരിക്കണം എന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. ദൈവത്തെ സ്തോത്രം. ഞാൻ എൻ്റെ വിഷയത്തിൽ കേൾപ്പൊന്നോടി വരാം, സമയമില്ലല്ലോ. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കാം. 1 ശമൂവേൽ 16-ന്റെ 14-ാമത്തെ വാക്യം. എന്നാൽ യഹോവയുടെ ആത്മാവേ ശൗലിനെ വിട്ടുമാറി യഹോവ അയച്ച ഒരു ദുരാത്മാവ് അവന്റെ മേൽ വന്നു. മതി. 13-ാമത്തെ വാക്യം വായിച്ചേ. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്റെ മേൽ വന്നു. ശമൂവേൽ എഴുന്നേറ്റ് ശമൂവേൽ രാമയിലേക്ക് പോയി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. ഞാൻ 2 അഭിഷിക്തന്മാരെ നിങ്ങളുടെ മുന്നിൽ ഒന്ന് വെളിപ്പെടുത്തുവാണ്. ഇനി കമ്പിവാചങ്ങൾ പറയത്തുള്ളൂ, വാക്യം എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മളെല്ലാവരും വാക്യത്തിലുള്ള തിറവുള്ളവരായുണ്ട്. ഞാൻ എൻ്റെ ഭാഷയിൽ ഞാൻ നിങ്ങളോട് പറയുക ദൈവത്തിന് സ്തോത്രം. ഒന്ന് ഏലിയാവിനെയും ഒന്ന് ഇവിടെ ദാവീദിനെയും 2 പേരുടെയും കാലഘട്ടം പരിസ്ഥിതിക്കും. ഒന്ന് ദുരാത്മാവ് ബാധിച്ചിരിക്കുന്ന ഒരു ദൈവജനത്തിന്റെ നടുവിൽ നിന്ന് ദൈവം ഒരുത്തനെ പ്രത്യേകമായിട്ട് ഒരു അഭിഷേകം ചെയ്തു. 2 ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഏലിയാവിനെ മയക്കുന്നു. ആ കാലഘട്ടത്തിൽ ഏറ്റവും ദുരാത്മാവ് വ്യാപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അന്യ ആരാധന നിൽക്കുമ്പോൾ അതിന്റെ നടുവിൽ ഏലിയാവിനെ എഴുന്നേൽപ്പിച്ച് ഒരുത്തനെ ദൈവം അഭിഷേകം ചെയ്യുന്നു. വായിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാമത് വായിക്കും. ഏലിയാവ് അവന്റെ അരികെ ചെന്നു തന്റെ പുതപ്പ് അവന്റെ മേലിട്ടു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ 2 വ്യക്തികളെ ഞാൻ ഒരുമിച്ച് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കമ്പയർ ചെയ്ത് എളുപ്പം പറയാൻ ആഗ്രഹിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങൾ വ്യക്തമായിട്ട് പറയുന്നു, നാം വന്നെത്തിയ കാലഘട്ടം ഇതേ ഒരു മണ്ഡലത്തിലാണ് നിൽക്കുന്നത്. അഭിഷേകം നഷ്ടപ്പെട്ടിട്ട് അഭിഷേകം ഉണ്ടെന്ന് പറയുന്ന ഇവിടെ നടുവിൽ നിൽക്കുമ്പോൾ ഇന്ന് വ്യക്തമായി അഭിഷേകം ഏത് തിരിച്ചറിയുന്ന ഒരു ദൈവത്തിന്റെ ജനത്തെ ഇത് വെക്കാൻ തിരയേണ്ട. ദൈവത്തിന്റെ സ്തോത്രം. യഥാർത്ഥമായ ദൈവകൃപ വ്യാപരിച്ചില്ലെങ്കിൽ ആണെങ്കിൽ മാത്രമേ പാപം വെളിപ്പെടുത്തുള്ളൂ. ഇന്ന് വക്കൽ പിടിക്കുന്ന ഓരോ വ്യക്തിയോട് ഞാൻ വ്യക്തമായി പറയുന്നു, നിന്റെ പാപത്തെക്കുറിച്ച് ദൈവം നിന്നെ ബോധ്യപ്പെടുത്തുന്നില്ല എങ്കിൽ നീ നിൽക്കുന്ന കാലഘട്ടത്തിൽ നീ വ്യാപരിക്കുന്ന ആത്മാവ് ശരിയല്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് തിരിച്ചറിയാൻ ദൈവത്തിന്റെ സ്തോത്രം. കാലപ്പഴക്കങ്ങളോ വർഷപ്പഴക്കമോ ആത്മാവിന്റെ കൃപയോ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇത്ര വർഷം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നു നീ ഏത് കൃപയിൽ നിൽക്കുന്നെന്നുള്ളത് വ്യക്തമായി നീ തിരിച്ചറിയണം. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് പറഞ്ഞ ഞാൻ ആത്മാവ് ദൂതി വിളിച്ച് പറയാം, ഈ കാലഘട്ടത്തെ നോക്കിക്കൊണ്ട് പ്രവചിക്കാൻ കഴിയുള്ള ചിലതിന് അഭിഷേകം ചെയ്യുവാൻ ദൈവം താല്പര്യപ്പെടുമ്പോൾ ഇന്ന് വൽക്കാലം ദൈവത്തെ സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. ആടുതീറ്റക്കാരനായിരിക്കുന്ന ദാവീദിനെ വിളിച്ച് ഇസ്രായേലിന്റെ പ്രഭുവിന്റെ സ്ഥാനത്തിരുത്തുവാൻ ദൈവം പ്രസാദിച്ചെങ്കിൽ ഇന്ന് വൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവ
ദൈവത്തിന്റെ ജനമേ, നിന്നെ നിങ്ങൾക്ക് ഒരു ചെറിയ കൂട്ടത്തിനകത്ത് നിങ്ങൾക്ക് ഇവിടെ വിളിച്ചിരുത്തിരുന്നെങ്കിൽ ഈ കാലഘട്ടം വല്ലാതെ ആത്മമണ്ഡലം തകർന്നു പോകുമ്പോൾ, ആത്മാവിൽ ആരാധന ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ആത്മാവിന്റെ പ്രവൃത്തിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേർതിരിച്ചിരുത്തിയ ദൈവത്തിന് സ്തോത്രം. നമ്മളിവിടെ ആയിരിക്കുന്ന പ്രധാനപ്പെട്ട ഉദ്ദേശം, ഒരു സംഘടനയുടെ പേരിൽ ഒരു പ്രോലെ ഇവിടെ നിൽക്കുന്നെങ്കിലും ഈ കൂട്ടായ്മ വെച്ച ഉദ്ദേശത്തിന്റെ പിന്നിൽ ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ അറിവിനകത്തുള്ളത്, ഈ കാലഘട്ടത്തിൽ ചിലരെ തിരഞ്ഞെടുത്ത് പ്രത്യേകമായ ഉദ്ദേശത്തോടെ അഭിഷേകം ചെയ്ത് അവരെ പുറത്തു കൊണ്ടുവന്ന് ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. സ്ഥാനപ്പെട്ട പ്രിയ സഹോദരൻ, ആത്മാവ് ദൂത് പറയുന്നു, ആമെ രഹസ്യത്തിൽ ഇന്ന് കാര്യം ചെയ്തെങ്കിലും നിന്റെ ജീവിതത്തിലെ പരസ്യ ജീവിതത്തിൽ ഇനി കർത്താവായ യേശുവിനെ എവിടെയെല്ലാം ഉയർത്തി കാണിക്കാവോ അവിടെയെല്ലാം വ്യക്തമായി ഉയർത്തി കാണിക്കുവാൻ ഒരു അഭിഷേകം നിന്റെ കർത്താവ് കൈമാറുക. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ട മേലും വിളിച്ചിരിക്കുന്ന വിളിയുടെ നിയോഗം തിരിച്ചറിഞ്ഞിട്ട് വേണം ഇന്ന് നിങ്ങൾ ഇവിടുന്ന് പോകാൻ. ദൈവത്തിന് സ്തോത്രം. നിന്നെ ഈ കാലഘട്ടത്തിലേക്ക് വേണ്ട ഒരു അപ്പോസ്തലനായിട്ടോ ഒരു പ്രവാചകനായിട്ടോ ഒരു സുവിശേഷകനായിട്ടോ ഒരു ഇടയനായിട്ടോ ഒരു ഉപദേഷ്ടാവായിട്ടോ നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. നീ നിൽക്കുന്ന കുടുംബത്തിനകത്ത്, നീ നിൽക്കുന്ന ദേശത്തിനകത്ത്, നീ നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾക്കകത്തൊക്കെ നിനക്കൊരു പ്രത്യേകമായ ഒരു നിലവാരം ഉണ്ടായിരിക്കണം. ഞാനൊന്നൊരു കാര്യം എടുത്തു പറയാം. ഈ രഹസ്യ ജീവിതത്തിലെ പരാജയമാണ് ഏറ്റവും വലിയ പരാജയം. പരസ്യ ജീവിതത്തിൽ പലരും പരാജയം ലോകം അറിയുന്നുണ്ട്, രഹസ്യ ജീവിതത്തിലെ പരാജയം ആരും അറിയുന്നില്ല. വീട്ടിൽ ഓണം വരുമ്പോൾ പപ്പടം കാച്ചുന്നതും ഉപ്പേരി വറക്കുന്നതും ലോകം അറിയുന്നില്ല. അവിടേക്ക് ഞാൻ ഇവിടെ ഇരിക്കുന്ന ദൈവം പ്രത്യേകമായി ഞാൻ നിങ്ങൾ പറയുന്നു, നിങ്ങളുടെ രഹസ്യ ജീവിതത്തിനകത്ത് വളരെ പരിശുദ്ധി ഉണ്ടായിരിക്കണം. ഞാൻ രഹസ്യ ജീവിതത്തിൽ ഇറങ്ങിയപ്പോൾ ഞാൻ ഹിന്ദു ബൈക്കിലാണ് ഞാൻ ഇറങ്ങി വന്നത്. എൻ്റെ നട്ടലിന് ക്യാൻസർ ആയിട്ട് ഡോക്ടർമാരെ ഉപേക്ഷിച്ച് ഞാൻ വീട്ടിൽ ഒരു ആശ്രയമില്ലാതെ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിങ്ങൾ എത്രയും താണു പറയുന്നത് മറ്റും വിചാരിക്കല്ലേ, ഞാൻ ലഭിക്കാൻ വേണ്ടിയോ എന്തെങ്കിലും ഒരു സംഭാവന തരാൻ വേണ്ടി നിങ്ങൾ പറയില്ല. കുഞ്ഞുങ്ങൾ ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് കഞ്ഞിയായിരുന്നു മാസങ്ങൾ എൻ്റെ വീട്ടിലെ ഞങ്ങളുടെ ആഹാരം. അത്ര താഴ്ന്ന അനുഭവത്തോടെ സ്വർഗ്ഗത്തിൽ ദൈവം കർത്താവ് എൻ്റെ ഭവനത്തിനകത്ത് ഇറങ്ങി വന്ന് എന്നെ വിടിവെച്ചോണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും, കർത്താവ് സൗഖ്യമാക്കും ദൈവമെന്ന്. അന്ന് എൻ്റെ വീട്ടിൽ ദൈവം സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ മാറ്റിവെച്ചൊന്നും തിരഞ്ഞെടുക്കാൻ ദൈവം അനുവദിച്ചില്ല. അന്ന് മാറ്റിവെച്ച ഒരു സ്വഭാവം പോലും പിന്തുടരാതെ നീണ്ട വർഷങ്ങൾ എൻ്റെ കർത്താവിനെ സേവിക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ജീവിതത്തിൽ കൃപ തന്നു. അനേക ദൈവമക്കളെ ഉറപ്പിക്കുവാൻ, അനേക ദൈവഭക്തന്മാരെ ഉറപ്പിക്കുവാൻ, അനേക അഭിഷേകന്മാരെ ബലപ്പെടുത്തുവാൻ കർത്താവിൻ്റെ കരം എന്നോട് കൂടെയിരുന്നു. ഞാൻ അത്ഭുത ശുശ്രൂഷകൾ കാണാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ഞാൻ ശക്തമായി ദൈവത്തെ പറയുന്നു, ജീവിതത്തിൽ പരസ്യ ജീവിതങ്ങൾ ഏറ്റവും സൂക്ഷിക്കേണ്ടത് രഹസ്യ ജീവിതത്തെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സ്വന്തം നമ്മൾ വിട്ടുപോകുന്ന സമൂഹത്തിനകത്ത് നിന്ന്, നാം വിട്ടുപോകുന്ന പാരമ്പര്യത്തിനകത്ത് നിന്ന് അവിടെ 40 കാണുമായിരിക്കും, അവിടെ 16 അടിയന്തരം കാണുമായിരിക്കും, ദൈവത്തെ സ്തോത്രം അവിടെ 28 കെട്ട് കാണുമായിരിക്കും. ഞാൻ വ്യക്തമായിട്ട് പറയുമ്പോൾ ദൈവജനം ഓർത്തോണം, ഇവിടെയൊക്കെ രഹസ്യ ജീവിതത്തെ വളരെ ശുഷ്കാന്തിയോടെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ കാലഘട്ടത്തിൽ ദൈവം ശക്തമായി ഉപയോഗിക്കും. ഞാൻ ഈ വിഷയത്തിലേക്ക് പറഞ്ഞു സമയമില്ലോ, എളുപ്പം ഞാൻ പറഞ്ഞു തീർക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെ സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. ദാവീദിനെ തിരഞ്ഞെടുക്കുമ്പോൾ അഭിഷേകമുള്ളവൻ അഭിഷേകം നഷ്ടപ്പെടുത്തി. നിങ്ങൾ അറിയണം ആ കാലഘട്ടം. അന്ന് ദൈവത്തിന്റെ ജനം യഥാർത്ഥമായിട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിലാണ് അഭിഷേകം നഷ്ടപ്പെട്ടവൻ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതെ അവൻ ലോകത്തിലോട്ട് ഇറങ്ങിപ്പോയി നിമിത്തം അഭിഷേകം അവന്റെ മേൽ പോയി. നമ്മൾ വായിച്ച നമ്മുടെ കുറിവാക്യത്തിനകത്താണ് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അഭിഷേകം നഷ്ടപ്പെട്ടവരുടെ നടുവിൽ നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ജീവിതത്തിൽ എവിടെയും താഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രമീകരണം പ്രാർത്ഥന മടങ്ങി വന്നോണം. അവൻ അഭിഷേകം നഷ്ടപ്പെട്ട ഒരു തലമുറയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ പ്രവചനത്തെ ഏറ്റവും കൂടുതൽ മാനിക്കുന്ന വ്യക്തിയാണ്, ഏറ്റവും കൂടുതൽ ദൈവവാദന ഏറ്റവും കൂടുതൽ മാനിക്കുന്ന വ്യക്തി. കാരണം എൻ്റെ ജീവിതത്തിൽ അനുഭവങ്ങളുള്ളത്. നമ്മുടെ പെന്തക്കോസ്ത് ലോകത്തിൽ അതിനെ വിമർശിക്കുന്നവർ കാണുമായിരിക്കും, എന്നെ എതിർക്കുന്നവർ കാണുമായിരിക്കും, എന്നെ തള്ളിപ്പറയുന്നവർ കാണുമായിരിക്കും, സ്വീകരിക്കുന്നവരൊക്കെ പല സ്വഭാവക്കാരുണ്ട്. ഇന്ന് ഒരു ബിസിനസ് ആയിട്ട് കൊണ്ടുവരുന്ന ഒത്തിരി ആൾക്കാരിനകത്തുണ്ട്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ആ വിശ്വാസം യോജിക്കാൻ പറ്റത്തില്ല. ദൈവം തന്ന കൃപ മറ്റാർക്കെങ്കിലും വേണ്ടി വിറ്റിട്ടൊന്ന് മേടിച്ച് കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കും ഒരിക്കലും. ദൈവത്തിന് സ്തോത്രം. അവിടെ ഞാൻ മേടിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ മേടിച്ചിട്ടുണ്ട്, ഞാൻ അവിടെ മേടിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഇതൊരു ആദായ മാർക്കറ്റ് ഒരിക്കലും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇന്ന് പലക്കാൻ ദൈവത്തിന് സ്തോത്രം ചെയ്ത് എൻ്റെ ഇല്ലായ്മയ്ക്കകത്ത് പലപ്പോഴും ഞാൻ മുട്ടുമടക്കി കരയാറുണ്ട് ദൈവത്തോട്. ദൈവം എന്നെ പോഷിപ്പിച്ച് നടത്തുന്ന സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഉച്ചകഞ്ഞി കൊണ്ടത് കുടിച്ച ദിവസങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഇന്ന് പൽക്കാലം കർത്താവിന്റെ ദാസനോടൊക്കെ ശക്തമായിട്ട് പറയുന്ന ഹല്ലേലൂയ. ഇല്ലായ്മയ്ക്കകത്ത് നിന്ന്, എൻ്റെ ശൂന്യതയ്ക്കകത്ത് നിന്ന് ദൈവത്തെ സ്തോത്രം ഹല്ലേലൂയ. എന്നെ കൈപിടിച്ചുയർത്തിയപ്പോൾ ദൈവത്തെ സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. അറിയാത്ത നന്മകൾ രാജ്യങ്ങൾക്കപ്പുറത്ത് എന്നെ തേടി വരുവാൻ ദൈവം എനിക്ക് ഇടയാക്കിയിട്ടുണ്ട്.
ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ അഭിഷേകം നഷ്ടപ്പെട്ടവരുടെ നടുവിൽ അഭിഷേകമുള്ള ഒരുവനെ തിരഞ്ഞെടുത്തു. ദൈവത്തിന് സ്തോത്രം. ദാവീദ് പ്രസംഗിക്കുന്ന എല്ലാവർക്കും പറയും, ഇനി കല്ലേറിൻ്റെ കാര്യമൊന്നും പറയണ്ട, അതൊക്കെ പറയുന്നില്ല, അതൊന്നും പറയണ്ട, അതൊന്നും പ്രസംഗിക്കണം എന്ന് പറയുന്നത്. അതൊന്നും പറഞ്ഞ വലിയ കാര്യമില്ല, എന്നൊക്കെ എത്ര വലിയ കാര്യം പറയാൻ കിടക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആ കല്ലേറിൻ്റെ കാര്യമല്ല പറഞ്ഞു, ആ കല്ലിനകത്ത് വ്യാപരിച്ച അഭിഷേകത്തെ കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ ഒക്കത്തില്ല. അതിനകത്ത് വെളിപ്പെട്ട അഭിഷേകം ഒരു രാജ്യത്തെ മുഴുവൻ മുട്ടുകുത്തിക്കാൻ തക്കവണ്ണം അതിനകത്തൊരു അഭിഷേകം വ്യാപരിച്ചെങ്കിൽ ഇന്ന് വെൽക്കാൻ ഞാൻ പറയുന്നു, കൃപ നിങ്ങൾ വ്യാപരിച്ച ദൈവകൃപയ്ക്ക് പലതും ചെയ്തെടുക്കാൻ കഴിയും. നിങ്ങളുടെ അവിശ്വാസം പലതിനും കാരണം ശക്തി ഉപയോഗിക്കുന്നു. ആമേ ദാവീദ് ദൈവത്തിൽ ഒരു കല്ലുകൊണ്ട് ഒരു മല്ലനെ ജയിച്ചെങ്കിൽ ഇന്നൊക്കെ ഞാൻ പറഞ്ഞു, ഒരു സ്തോത്രം കൊണ്ട് ആമേൻ, ഒരു സ്തോത്രം കൊണ്ട്, ഒരു കയ്യടി കൊണ്ട്, ഒരു പ്രാർത്ഥന കൊണ്ട് നിന്നോട് മല്ലടിച്ച് നിൽക്കുന്ന ചില മണ്ഡലങ്ങളെ കീഴ്പ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വലിയ സാന്നിധ്യമാണ് നിന്റെ മേൽ പകർന്നിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരെ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഇന്ന് നീ കൈ നീട്ടുമ്പോൾ ഒരു ചെങ്കടലെ വിഭാഗിക്കാൻ തക്കവണ്ണം ഒരു കാറ്റടിക്കാൻ ഒരു അധികാരമുണ്ടെങ്കിൽ ഇതിന്റെ പ്രാർത്ഥന മുമ്പിൽ ചെങ്കടകളെ മാറ്റുവാൻ അവൻ അധികാരമുള്ള ദൈവത്തിന് സ്തോത്രം. ഞാൻ അടുത്ത വ്യക്തിയിലേക്ക് ഓടി വരാം. സമയമില്ലല്ലോ. ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. കമ്പി വഴി എളുപ്പം പറഞ്ഞു പോകട്ടെ. ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരു പ്രവാചകന്റെ ഒരു ദൂതിന്റെ മുമ്പിൽ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ ഇന്ന് ആത്മാവിൽ പ്രവചനം പറയാം. ദൈവത്തെ സ്തോത്രം. ഹല്ലേലൂയ. ഏലിയാവ് മുഖാമുഖത്ത് വന്ന് നിൽക്കുകയാണ്. ജീവിതത്തിലെ സമസ്ത മേഖലയും ഹല്ലേലൂയ വിജയം പറഞ്ഞൊരു പ്രവാചകൻ. ദൈവത്തെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവസന്നിധി മതി എന്ന് പറഞ്ഞ് ഇനി പിന്തിരിഞ്ഞു പോകുന്ന അനുഭവം. അവിടെ ആത്മമണ്ഡലം തകർന്ന മണ്ഡലത്തിലാണ് ദൈവത്തെ പ്രവാചകൻ എഴുന്നേൽപ്പിക്കുന്നത്. ഇസ്രയേൽ ജനം ദൈവത്തെ വിട്ടുപോയിട്ട് ബാലിന് മുട്ടുകുത്തി അശേര പ്രതിഷ്ഠ സ്ഥാപിച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ ദൈവത്തെ സ്തോത്രം തന്റെ ഭക്തനെ ദൈവം അവിടെ ഉയർത്തുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ ഇന്ന് ദൈവത്തെ ഓർപ്പിക്കട്ടെ. ദൈവത്തെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം പോകും പറഞ്ഞു, ഞാൻ നിന്നെ ഇതുവരെ നീ ഇസ്രയേലിനകത്ത് നീ ഒഴുകിക്കൊണ്ടിരുന്നു. ഞാൻ നിന്റെ ഒരു അഭിഷേകം പകരാൻ പോവുക. ഞാൻ നിന്നെ നിറയ്ക്കാൻ പോവുക. നിനക്ക് ചില ദേശങ്ങൾ യാത്ര ചെയ്യണം. ചില അഭിഷേകന്മാർ, ചില രാജാക്കന്മാരുടെ അഭിഷേകം ചെയ്യണം. ചിലരെ പ്രവാചകൻ അഭിഷേകം ചെയ്യണം. ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നീ നിൽക്കുന്ന ഈ മണ്ഡലത്തിൽ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ചിലതിനെ അഭിഷേകം ചെയ്യുവാൻ, ചിലതിന്റെ പേര് ഓടിച്ചെന്ന് ദൈവത്തിന്റെ കൃപ പകരുവാൻ തക്കവണ്ണം ഇന്ന് ആത്മാവിൽ എന്നോട് ശക്തമായിട്ട് പറയുന്നു. ചിലതിനെ അഭിഷേകം ചെയ്യുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് കാലം ഇതിനകത്ത് കർത്താവ് കൈമാറുകയാണ്. ആത്മാവ് ചിലരോട് വ്യക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ചിലതിന് ദൈവ സാന്നിധ്യം ഇറങ്ങുമ്പോൾ ചില യാത്രകൾക്കുള്ള ഒരുക്കങ്ങൾ, ചില ദേശങ്ങൾ കീഴടക്കുന്ന, ചില രാജാക്കന്മാരുടെ അലമരയിൽ ചെന്നെത്തുന്ന ഒരു അഭിഷേകം കർത്താവ് കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം പ്രവാചകന്മാരെ ദൈവം ആ കാലഘട്ടങ്ങളിൽ ദൈവം സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. എലീശയെ ദൈവം പുറത്തുള്ള പ്രത്യേക ഉദ്ദേശം ആ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ മഹത്വം ഇസ്രായേൽ വിളങ്ങുവാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ വ്യക്തമായിട്ട് പറയട്ടെ, അഭിഷേകം നഷ്ടപ്പെട്ട ഒരു മണ്ഡലത്തിൽ ദാവീദിനെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ബാലിന്റെ 400 പ്രവാചകരുടെ മുമ്പിൽ ശക്തനായി ഒരു എഴുന്നേൽപ്പിച്ചതുപോലെ ഈ കാലഘട്ടങ്ങളിൽ പ്രവാചകണത്തിന് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം വിട്ട്, ദൈവത്തിന്റെ ആത്മാവിന്റെ ശുശ്രൂഷ വിട്ട് ഞാൻ വ്യക്തമായി പറയുന്നു, ഇന്ന് നടക്കുന്ന പല ശുശ്രൂഷയുടെ പുറകിലും ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയില്ല. ഇന്ന് ശക്തമായി ദൈവജനം പുറത്തു വരട്ടെ. ആത്മാവെന്ന് ഒരുങ്ങട്ടെ. ദിവസങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ ഈ കാലഘട്ടത്തിൽ ചിലതിനെ നേടിയെടുക്കുവാൻ, നഷ്ടമായി പോയതിനെ അവനെ ചേർത്ത് പിടിക്കുവാൻ തക്കോണം നിന്നിൽ പകർന്ന ദൈവകർത്താവ് സഹായിക്കുന്ന ആത്മാവി പ്രാർത്ഥിക്കുന്ന ദൈവത്തെ സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ട കാലം ദൈവത്തിന് വലിയ സാന്നിധ്യം ഇറങ്ങുവാൻ, ദൈവത്തിന്റെ കൃപ പകരുവാൻ ദൈവത്തിന് ധാരാളം അനുഗ്രഹിക്കുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സമയം കൂടെ നിർത്തുവാൻ ദൈവത്തിന് സ്തോത്രം. ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. നമ്മെ കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നാം ഇവിടെ കേട്ടത് ശമൂവേലിനെ ദൈവം തിരഞ്ഞെടുത്തു. അഭിഷേകം നഷ്ടപ്പെട്ട ശൗലിന്റെ മുമ്പിൽ കർത്താവിന്റെ സാക്ഷ്യം വഹിപ്പാൻ. ഇസ്രായേലിന്റെ രാജാവായി ശൗലിനെ ആദ്യം തിരഞ്ഞെടുത്തെങ്കിലും ദൈവകൽപ്പന നിരസിച്ചത് കൊണ്ട്, ദൈവകൽപ്പന അനുസരിക്കാതെ പോയത് കൊണ്ട് ദൈവം അവനെ രാജസ്ഥാനത്ത് നീക്കിക്കളഞ്ഞു. ദൈവം തന്റെ ദാസനായ ദാവീദിനെ ആടുകളെ മേയ്ക്കുന്ന അല്ലെങ്കിൽ പശുത്തൊഴുത്തിൽ നിന്ന് അവനെ കൊണ്ടുവന്നെന്നാ വായിക്കുന്നത് അല്ലെ. യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് നിന്ന് ദൈവം അവനെ തിരഞ്ഞെടുത്ത് തന്റെ അഭിഷേകം അവന്റെ മേൽ പകർന്നു എന്ന് നാം വായിക്കുന്നു. ദുരാത്മാവ് ബാധിച്ച ശൗലിന്റെ മേൽ നിന്ന് ദുരാത്മാവിനെ പുറത്താക്കുവാൻ ഒരഭിഷേകമുള്ള ദാവീദിനെ ദൈവം എടുത്ത് ഉപയോഗിച്ചെങ്കിൽ ഈ തലമുറയിൽ
ആമീൻ ദുരാത്മാവ് ബാധിച്ച അല്ലെങ്കിൽ ദൈവാത്മ സാന്നിധ്യമില്ലാത്ത ചിലതിനെ ആമീൻ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ അന്യ ശക്തികളെ തകർക്കേണ്ടതിനുള്ള ദൈവശക്തി ദൈവജനം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ദാവീദിന്റെ മേൽ പകർന്ന അഭിഷേകത്തെക്കാൾ വലിയൊരു ശക്തി ദൈവം നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട്. പഴയ നിയമത്തിൽ നാം വായിക്കുന്നു, പ്രവാചകന്മാരുടെ മേലോ രാജാക്കന്മാരുടെ മേലോ ചില പ്രത്യേക അവസരങ്ങളിൽ ആ പ്രത്യേക സാഹചര്യങ്ങൾ ആ നിവർത്തിക്കേണ്ടതിന് പ്രത്യേക കാര്യങ്ങൾ ചെയ്യേണ്ടതിന് ദൈവം തന്റെ അഭിഷേകം പകർന്നെങ്കിൽ എന്നേക്കും നമ്മോട് കൂടെ ഇരിക്കേണ്ടതിന് ദൈവം തന്റെ ആത്മാവിനെ നമ്മളിൽ പകർന്നിരിക്കുകയാണ്. ആത്യന്ത ശക്തി ദൈവം നമ്മിൽ പകർന്നിരിക്കുകയാണ്. അത് നമ്മുടെ സ്വന്തമല്ല, ആണോ? കൊരിന്ത്യ ലേഖനത്തിലേക്ക് വായിക്കുന്നത് നമ്മുടെ സ്വന്തമല്ല എന്ന് വരേണ്ടതിന് അത് നമ്മുടെ മൺകുടാരത്തിൽ പകരപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് ദൈവം നമ്മിൽ പകർന്നിരിക്കുന്നത് ജയകരമായ ജീവിതം നയിക്കുവാനാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വർധനവിന് വേണ്ടിയാണ്. നമ്മെ ഓരോ ദിവസവും ദൈവത്തോട് ചേർന്ന് ആത്മനിറവുള്ള ജീവിതം നയിക്കേണ്ടതിനാണ് ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, എവിടെ ഏലിയാവിനെ കുറിച്ച് നമ്മൾ വായിച്ചു, അഭിഷേകം നഷ്ടപ്പെട്ട തലമുറയില് ദൈവവിളിയെ നിരസിച്ചു കളഞ്ഞ രാജാക്കന്മാരുടെ ഒക്കെ നടുവിൽ അഭിഷേകത്തോട് നിന്നുകൊണ്ട് ജീവനുള്ള ദൈവത്തെ വെളിപ്പെടുത്താൻ ദൈവം ഏലിയാവിനെ തിരഞ്ഞെടുത്തെങ്കിൽ അവന്റെ മേൽ പകർന്ന ആത്മാവ് ഭീരുത്വത്തിന്റെ ആത്മാവല്ല. 850 വരുന്ന ആമീൻ ഇസബേലിന്റെയും ബാലിന്റെയും പ്രവാചകന്മാരുടെ നടുവിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ധൈര്യത്തോട് വെല്ലുവിളിച്ച് ആമീൻ അത് ജീവനുള്ള ദൈവത്തെ വെളിപ്പെടുത്തുന്ന ആത്മശക്തി ആമീൻ ഏലിയാവിന്റെ മേൽ പകർന്നെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രിയ ദൈവവേദലേ, നിന്റെ ചുറ്റും ആമീൻ ഏതെല്ലാം ശക്തികൾ നിൽക്കട്ടെ, ഇസബേലിയ ശക്തികളോ അല്ല ബാലിന്റെ ശക്തികളോ നിനക്കെതിരെ വെല്ലുവിളിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളൂ എന്ന് നീ ഭാരപ്പെടണ്ട. വലിയവനായ ദൈവം നിന്റെ കൂടെയുണ്ട്. ഏലിയാവ് പറയുന്നു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. ദൈവം പറയുന്നു, നീ ഒരുത്തനല്ല, നീ ഒരുത്തനെ പുറത്ത് കാണുന്നുള്ളൂ. പക്ഷേ ബാലിന് മുട്ടുമടക്കാത്ത ആമീൻ 7000 പേരെ ഞാൻ എനിക്ക് വേണ്ടി ശേഷിപ്പിച്ചിട്ടുണ്ട്. നിനക്ക് നീ ഒറ്റയ്ക്ക് ഇവിടെ സ്റ്റേജിൽ നിൽക്കുക, പക്ഷേ നിന്നെ ഉയർത്തുവാൻ, നിന്നെ നിലനിർത്തുവാൻ നിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചിലത് നിന്റെ പിന്നിലുണ്ട്. നീ ഒറ്റയ്ക്കല്ല, നിനക്ക് പിന്നിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചിലരുണ്ട്. സ്തോത്രം. അതെ ദൈവജനമേ, നാം ധൈര്യത്തോടെ നിൽക്കുമെങ്കിൽ ദൈവം നമ്മെ മാനിപ്പാനിടയായി തീരും. സ്വർഗീയ അഭിഷേകം പകരപ്പെടേണ്ടതിന്, സ്വർഗീയ കൃപകൾ പകരപ്പെടേണ്ടതിന് നമുക്ക് ശക്തമായി ഈ നാളുകൾ ദൈവം അതിനിടയാക്കി തീർക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ ദൈവം നമ്മെ നിറയ്ക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഇന്നലെ വൈകിട്ട് പറഞ്ഞ പോലെ രക്ഷിക്കപ്പെട്ടു സത്യമാണ്, സ്നാനപ്പെട്ട സത്യമാണ്. ഇനി ഇതിനകത്ത് സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ആമേൻ. സ്നാനപ്പെട്ടത് സത്യമാണ്, പോരാ, ഓരോ പടി കൂടെ വളർച്ച പ്രാപിക്കണം. പത്രോസ് പറയുന്നു, വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രജയവും, ഇന്ദ്രജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും ഇങ്ങനെ വർദ്ധിപ്പിച്ചു വരണം. അവസാനം പറയുന്നു സ്നേഹം, അല്ലെ? ഇതെല്ലാം ഓരോ പടിയായി ആത്മീയ ജീവിതത്തിൽ വർദ്ധിച്ചു വരുന്ന അനുഭവം ഉണ്ടാകണം. ആത്മീയ ജീവിതത്തിൽ വളർച്ച പ്രാപിക്കുന്ന അവസരം ഉണ്ടാകണം. രക്ഷിക്കപ്പെട്ട നാളിൽ അല്ലെങ്കിൽ അഭിഷേകം പ്രാപിച്ച നാളില് 2 അന്യഭാഷ കൊണ്ട് മാത്രം ഇരിക്കുന്ന അനുഭവമല്ല. ദിവസം വേണ്ടി ഫലം കായ്ക്കാൻ ദൈവമക്കൾക്കിടയായി തീരട്ടെ. ദൈവത്തിന്റെ ശക്തിയേറിയ കരം നമ്മുടെ കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. ദൈവകൃപ നമ്മുടെ മേൽ ദൈവം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ നമുക്ക് ആശ്രയിക്കാം. ഇപ്പോൾ കഥാമൃദാസൻ രാജു തോമസ് പാസ്റ്റർ 10 മിനിറ്റ് നമ്മുടെ ദൈവവചനം സംസാരിക്കും. അതിനായിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കും. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരിക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. കാരണം ഇന്ന് പകലിൽ സ്വർഗം സന്തോഷിച്ച ഒരു പകലാണ്. അപ്പം നമ്മൾ മ്ലാനമായിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് ഈ പകലിൽ നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ.
സ്നാനപ്പെട്ട പ്രിയ സഹോദരിയെ, ആ ഭവനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായ ആശംസ അറിയിക്കുന്നു. ശുശ്രൂഷ കർത്താവിന്റെ ദാസനെ ദൈവം ബലപ്പെടുത്തട്ടെ. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നതായ ചില കാര്യങ്ങൾ, കർത്താവിൻ്റെ മേശയോട് ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് ദൈവത്തിൽ ഞാൻ ഇരിക്കും. തുടർന്ന് അതിന്മേൽ ശുശ്രൂഷിപ്പാനുള്ള കർത്താവിൻ്റെ ദാസന്മാരുണ്ട്. ആ ദൈവവചനം പിന്നെയും നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. വളരെ പ്രാർത്ഥനയോടെ സമയത്തിൻ്റെ എല്ലാ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അതെല്ലാം അവസാനിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. വളരെ ശക്തമായൊരു ദൈവിക സന്ദേശം പ്രാരംഭ സമയം അഭിഷിക്ത കർത്താവിൻ്റെ ദാസനിലൂടെ നമുക്ക് ലഭ്യമായി. വളരെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോടും ഇടപെട്ടുകൊണ്ടിരിക്കുവാനായിട്ട് ദൈവം ഇടയാക്കി. ദൈവത്തിന് സ്തോത്രം. ഈ ഗിൽഗാൽ പ്രയർ ഫെലോഷിപ്പിൻ്റെ ആമേൻ ഹല്ലേലൂയ നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസൻ ജോസഫ് പാസ്റ്റർ, കർത്താവിൻ്റെ അഭിഷിക്ത ദാസി ശിവ സിസ്റ്റർ, എൻ്റെ മകൾ, ആമേൻ, കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവം ജനത്തിനും അഭിഷിക്ത കർത്തദാസന്മാർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. ഞാൻ ഒരു 5 വർഷം പുറകോട്ടൊന്ന് പോവുകയാണ്. 2019 ഒക്ടോബർ മാസം 15-ാം തീയതി മുതലുള്ളതായ ഒരു 3 മാസം എനിക്ക് UAE പോകാനുള്ളതായ ഒരു അവസരം എനിക്ക് ലഭിച്ചു. ഷാർജ റോളയിലുള്ളതായ ഷാ അബ്ദുള്ള ബിൽഡിങ്ങിൽ എനിക്ക് ലഭിച്ചതായ ആ ഫെസിലിറ്റിയിൽ ഞാൻ കടന്നു ചെന്നപ്പോൾ ഞാൻ അവിടെ ആർക്കും പരിചയമില്ല. ആദ്യം ഞാൻ ആ റൂമിലേക്ക് കയറി എൻ്റെ ട്രോളി അവിടെ വെച്ച് എന്നോട് ആദ്യം സംസാരിച്ച ഒരു ദൈവദാസനാണ് പ്രിയ സമൂൽ പാസ്റ്റർ. അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആദ്യം അദ്ദേഹം എന്നോട് ചോദിച്ചത് ഭക്ഷണം കഴിച്ചോ? ഒരു പരിചയവും ഇല്ല. അവിടുത്തെ 12:30 സമയം, ഇവിടെ ഏകദേശം 12:30-2 മണിയാവും. ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയുവാണെങ്കിൽ ഒന്നീ ഉണ്ടാക്കി തരും, അല്ലെങ്കിൽ അവിടെ ഉള്ളത് എനിക്ക് തരും. അങ്ങനെ ഒരു ഡെഡിക്കേഷനായുള്ള ഒരു കർത്താവിൻ്റെ ദാസനെ എനിക്ക് ആ റൂമിൽ പരിചയപ്പെടുവാൻ ഞങ്ങൾ 8 പേരുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 2020 ജനുവരി 15 ഞാൻ അവിടെ നിന്ന് മടങ്ങി വരുവാൻ ഇടയായി. ആമേൻ. പിന്നീട് അദ്ദേഹത്തെ ഞാൻ ഈ സൂമിലാണ് അത് കാണുവാനായിട്ട്, ഈ ഗിൽഗാൽ പ്രയർഷിൻ്റെ സൂമിലാണ് കാണാനിടയായി തീർന്നത്. ഇന്ന് വീണ്ടും കാണാനൊരു ദൈവം അവസരം തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ശുശ്രൂഷകളെ ദൈവം മാനിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ മേശയെക്കുറിച്ച് സവിസ്തരമായി ഇന്ന് പറയേണ്ടതായ ഒരു ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെല്ലാം നിൽക്കുന്ന ആ പ്രസ്ഥാനങ്ങളിൽ ഒന്നുകിൽ ഒരു മാസം എല്ലാ ആഴ്ചകളിലും, അല്ലെങ്കിൽ ഒന്നിടവിട്ട ആഴ്ചകളിലോ, അല്ലെങ്കിൽ മാസത്തിൻ്റെ അവസാനങ്ങളിലൊക്കെ കർത്താവിൻ്റെ മേശ നിന്ന് പങ്കാളികളാകുന്നവരാണ്, ശുശ്രൂഷിക്കുന്നവരാണ്. എങ്കിലും 1-2 കാര്യങ്ങൾ ഇതിനോട് ബന്ധത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പ്രൈസുള്ള പല പേരുകൾ ഇതിനുണ്ട്. കർത്താവിൻ്റെ മേശ, അത്താഴം, തിരുമേശ എന്നൊക്കെ. ഹല്ലേലൂയ. അതേ, നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. അത്താഴം എന്ന പേരുള്ളത് കൊണ്ട് ആ രാത്രിയിലെ നടത്താവൂ എന്ന് പറയുന്നതായ ചില പ്രസ്ഥാനങ്ങൾ നമ്മുടെ ഈ ലോകത്തിലുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അത് ശിഷ്യന്മാര് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ രാത്രിയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ സാഹചര്യം അനുസരിച്ച് അങ്ങനെ രാത്രിയിൽ മാത്രമേ നടത്താവൂ എന്ന് പറയുമ്പോൾ അവരാ പറയുന്നവര് വീടുകളിൽ വെച്ച് നടത്തണം. അന്ന് വീടുകളിലാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇതുപോലെ ചർച്ചകളോ സഭായോ ഒന്നുമില്ലായിരുന്നു. എന്നാൽ ഏത് സാഹചര്യത്തിൽ കർത്താവ് പറഞ്ഞ്, നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി, അത് പകലാകാം രാത്രിയാകാം ഏത് സമയവുമാകാം, കൂടി വരുമ്പോഴൊക്കെയും നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി അത് ചെയ്യണം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അത് എടുക്കേണ്ടത് ആരാണ്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയിൽ നിൽക്കുന്നതായ ഒരു വ്യക്തിയും ഇതിനകത്തുനിന്ന് മാറി നിൽക്കുവാൻ പാടുള്ളതല്ല എന്ന് നമുക്ക് വളരെ ഉപദേശം നൽകുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇതിനെ എടുക്കുവാനുള്ള പ്രാഗൽഭ്യം നമ്മൾ എപ്പോഴും പ്രാപിച്ചതായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. സ്നാനപ്പെട്ട കർത്താവിൻ്റെ ദാസി, ഹല്ലേലൂയ. അത് നമ്മളൊരു പത്രമായിട്ടാണ് ഇനി ലോകം എന്ന് നമ്മളെ കാണുന്നത്. സഭയിൽ വരുമ്പോഴും പോകുമ്പോഴും പത്രത്തിന്റെ പ്രത്യേകത, പേരുകൾ വളരെ വ്യത്യസ്തമായിരിക്കും. മനോരമയോ മംഗളമെന്നോ കൗമുദിയെന്നോ ഒക്കെ കാണും. മേരിയെന്നോ അന്നമ്മയോ ചിന്നമ്മയോ എന്നൊക്കെ പേര് കാണും. പക്ഷേ ആൾക്കാർ വായിക്കുമ്പോൾ നമ്മെ എല്ലാം വായിക്കുവാനായിട്ട് ഇടയെത്തരും. അപ്പൊ നല്ല വാർത്തകൾ മാത്രം അതിനകത്ത് നിന്ന് വരട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ജീവന്റെ അപ്പമെന്നൊക്കെ പറഞ്ഞപ്പോൾ പരീക്ഷമാർക്കൊന്നും അത് വലിയ പിടുത്തമൊന്നും വന്നില്ല. ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ. അവരതിനെക്കുറിച്ച് എതിരൊക്കെ പറഞ്ഞുവെങ്കിലും കർത്താവ് വളരെ ശക്തമായി ശിഷ്യന്മാരോടായി പറഞ്ഞു, എന്നെ തിന്നുന്നവൻ എൻ മൂലം. ഇതിനൊരു വസ്തുത മാറ്റം വരുന്നില്ല
എന്ന് നമുക്കറിയാം. വസ്തുത മാറ്റം വരുന്നു എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. മറ്റു സമുദായങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. യേശുവിന്റെ ശരീരം, അതിനകത്ത് വസ്തുത മാറ്റം വരുന്നു, അല്ലെങ്കിൽ യേശുവിന്റെ രക്തം എന്ന് പറയുമ്പോൾ അതിന് വസ്തുത മാറ്റം വരുന്നു. ഇതൊന്നും വരുന്നില്ല, ഇതെല്ലാം അതേപോലെ തന്നെ. പക്ഷേ ദൈവത്തിന്റെ കൃപ അതിനകത്തേക്ക് വ്യാപരിക്കുമ്പോൾ അത് വളരെ വിശുദ്ധിയോട് മാത്രമേ നമ്മൾ അതിനകത്തുനിന്ന് പങ്കാളികളായി തീരുവാനായിട്ട് ഇടയായി തീരുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇതിനെക്കുറിച്ച് വളരെ ശക്തമായി പൗലോസ് ലീഗ അതേ കൊരിന്ത്യർ ലേഖനത്തിൽ വളരെ എഴുതിയിട്ടുണ്ട്. വളരെ ശക്തമായിട്ട് ഉപദേശം അവിടെ കൊടുക്കുന്നതായിട്ട് അതേ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശു പറഞ്ഞ ഒരു ഭാഗം കൂടെ അതിനോട് ചേർന്ന് ഞാൻ വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 6-ാം അധ്യായം 57-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ പങ്കാളി ആകുമ്പോൾ ആ യേശുവിന്റെ ജീവൻ നമ്മളിലേക്ക് പിന്നെയും പകരുകയും നമ്മൾ പിന്നെയും ജീവൻ പ്രാപിച്ച് ഒന്നുകൂടെ ഉന്മേഷം പ്രാപിച്ച് ആ നിലവാരത്തിൽ മുൻപോട്ട് നീങ്ങുന്നതായ അനുഭവം കാണുവാൻ കഴിയുന്നുണ്ട്. പിന്നെ ചില ആളുകൾ പറയാറുണ്ട്, ആമേൻ, ഹല്ലേലൂയ, പാദ ശുശ്രൂഷയ്ക്ക് ശേഷമേ ഇത് ചെയ്യാവൂ എന്ന് ശഠിക്കുന്ന അനേക ആളുകളുണ്ട്. ആമേൻ, കർത്തൃമേശയും പാദ ശുശ്രൂഷയും തമ്മിൽ ബന്ധമില്ല എന്ന് തിരുവഴുത്ത് പഠിക്കുന്നവർക്ക് അറിയാം. പഴയ നിയമകാലത്ത് യഹൂദന്മാരുടെ ഭവനങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരുടെ കൂടാരങ്ങളിലേക്ക് വരുന്ന ആളുകൾ അതിഥികളെ സ്വീകരിക്കുന്നത് അവിടുത്തെ ദാസൻ കാല് കഴുകി അവരെ ആമേൻ വീട്ടിലേക്ക് ആമേൻ അല്ലെങ്കിൽ ക്ഷണിക്കുന്ന ഒരു പതിവുണ്ട്. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു ആമേൻ അങ്കി അരയിൽ ചുറ്റി ആ പാദ ശുശ്രൂഷ ചെയ്തത് അത് ഈ ഇതുമായിട്ട് ബന്ധമല്ല. അതവിടെ അത്താഴം കഴിഞ്ഞതിന് ശേഷമാണ് ആ കാര്യങ്ങൾ അവിടെ ക്രമീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ആമേൻ പാദ ശുശ്രൂഷ നടത്തുന്നത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ചെയ്യുവാൻ കഴിയുന്നുവെങ്കിൽ ചെയ്യാം. പക്ഷേ അതിനേക്കാൾ ഉപരിയായി അതിനോടുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകണം. ആ താഴ്മയാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. ഏറ്റവും താഴ്മയുടെ അനുഭവമാണ് അത് നമുക്ക് അവിടെ കാണുവാനായിട്ട് അത് കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കൊരിന്ത്യർ ലേഖനത്തില് അത് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിലാണ് പൗലോസ് അത് ശക്തമായി അത് പറഞ്ഞിരിക്കുന്നതായ ഭാഗം. ദൈവത്തിന് സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 28-ാമത്തെ വാക്യം, മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തന്നെ ശോധന ചെയ്യണം. എനിക്ക് ഇതിനകത്ത് എടുക്കുവാൻ എനിക്ക് പ്രാഗൽഭ്യമുണ്ടോ? അടുത്തിരിക്കുന്നവരെ അല്ല ശോധന ചെയ്യേണ്ടത്, തന്നെത്താൻ ശോധന ചെയ്യണം. ഹല്ലേലൂയ. നമ്മെ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്ന ആരോടെങ്കിലും ഏതെങ്കിലും ഒരു പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ അതെ അവിടെ വെച്ച് അവനോട് പോയി നിരന്നിട്ട് വേണം പോയി എന്ത് ചെയ്യാൻ, ആരാധന കഴിക്കുവാൻ. ഹല്ലേലൂയ. എന്നാൽ അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠകരമായ ഒരു അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പോരായ്മകൾ ഉണ്ടെങ്കിൽ അമ്മ ചിലയിടത്ത് ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യം ഇതാണ്. ഹല്ലേലൂയ. അതൊരു ക്രമീകരണം ഉണ്ടാകാതെ ദൈവത്തോട് പറഞ്ഞിട്ട് അത് എടുക്കുന്ന ഒരു പ്രവണതയുണ്ട്. അത് തെറ്റാ. മനുഷ്യനോടാണെങ്കിൽ മനുഷ്യനോട് പറയണം, ദൈവത്തോടാണെങ്കിൽ ദൈവത്തോട് പറയണം. വീട് വിട്ടുപോയ മനുഷ്യൻ അങ്ങനെയല്ലേ പറഞ്ഞത്? മടങ്ങി വന്നപ്പോ അങ്ങനെയല്ലേ പറഞ്ഞു, അപ്പാ ഞാൻ നിന്നോടും. മനുഷ്യനോട് പറയേണ്ടത് മനുഷ്യനോട് പറഞ്ഞ് നിരക്കണം, ദൈവത്തോട് പറഞ്ഞത് ദൈവത്തോട് നിരപ്പായി പ്രാപിച്ചാണ്. അതാണ് തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ആമേൻ ഹല്ലേലൂയ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ആമേൻ ആ അപ്പം തിന്നുകയും ചെയ്യുവാൻ. അത് ചെയ്യാതെ നിന്ന് കഴിഞ്ഞാൽ എന്താ പറയുന്നത്? തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവധി. തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക, അറിയത്തില്ല, കുറെ അങ്ങ് ഓടും. ഹല്ലേലൂയ. ഇപ്പോൾ ഇവിടെ കറണ്ട് പോയി കഴിഞ്ഞാൽ ലൈറ്റ് എല്ലാം ഓഫ് ആകും, പക്ഷെ ആ ഫാൻ കറങ്ങും, കുറെ നേരം കറങ്ങും. അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഹല്ലേലൂയ. അത് ആ ലിമിറ്റ് കഴിയുമ്പോൾ അതങ്ങ് നിൽക്കും. അതെപ്പോഴാണ് നിൽക്കുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഹല്ലേലൂയ തിന്നുന്നതിന് മുമ്പും ഇതിൽ നിന്ന് പങ്കാളിയാകുന്നതിന് മുമ്പും നമ്മെ തന്നെ ഒന്ന് ശോധന, നമ്മുടെ ശരീരത്തെ ഒന്ന് വിവേചിച്ച് ഹല്ലേലൂയ അത് മുമ്പോട്ട് നീങ്ങണം. ഇത് ഹേതുവായി വിവേചിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനർ, രോഗികൾ ആകുന്നു. അനേകരും ആമേൻ പെട്ടിക്കകത്തുകൊണ്ട് മൂടുന്നില്ലെന്നേ ഉള്ളൂ, കുഴിക്കകത്ത് മൂടുന്നേ ഉള്ളൂ, നിദ്രയകത്ത് വന്നിരിക്കുക. ദൈവത്തിന് സ്തോത്രം. മരിച്ചപ്പോൾ തുല്യമാ. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ വിവേചിക്കാതെ അല്ലെങ്കിൽ സ്വന്തം ശരീരത്തെ വിവേചിക്കാതെ നമ്മളെ തന്നെ പരിശോധിക്കാതെ കൈനീട്ടിയാൽ ഹല്ലേലൂയ ചിലയിടത്തൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മളെല്ലാവരും ഉപദേശിക്കുന്ന കാര്യമാണ്. പാസ്റ്റർ എന്ത് വിചാരിക്കും എന്നാൽ അങ്ങ് എടുത്തു കളയാം.
അടുത്തിരിക്കുന്ന എൻ്റെ സ്നേഹിതരെന്ത് വിചാരിക്കും, എന്നാൽ അതിനകത്ത് നിന്ന് പങ്കാളികളാകാം എന്നൊക്കെ വിചാരിച്ചെടുക്കുന്ന ഒത്തിരി പേരുണ്ടാകാം. അതെല്ലാം ദൈവം അവരോടാണ് കണക്ക് അത് ഇടുവാൻ. ഇന്ന് ഈ നമ്മുടെ ഫെലോഷിപ്പിലുള്ളവര് അങ്ങനെയുള്ളവരല്ല എന്ന് എനിക്കറിയാം. കാരണം പ്രാർത്ഥനയിൽ വളരെ ശക്തമായി നിലകൊണ്ട് ആ നിലവാരത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നതായ ആമേൻ ഹല്ലേലൂയ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് അപ്പാ എന്നോട് കരുണ കാണിച്ച് തന്നെ താൻ ശോധന ചെയ്ത് ഇതിൽ നിന്ന് പങ്കാളിയാകുവാൻ എന്നെ പ്രാപ്തയാക്കണമേ എന്നുള്ള ആ പ്രാർത്ഥനയോടെ നമുക്കിതിൽ നിന്ന് പങ്കാളികളായി തീരുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഞാനും ഇതിൽ നിന്ന് പങ്കാളിയാകുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം എനിക്ക് നൽകിയ ഗിൽഗാൽ പ്രയർ ഫെലോഷിപ്പിന്റെ ആമേൻ കർത്താവിന്റെ ദാസനും കർത്താവിന്റെ ദാസിക്കും ആമേൻ എല്ലാ കുടുംബങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല ആലോചനകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. തിരുമേശയോടുള്ള ബന്ധത്തിൽ ദൈവവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിപ്പാൻ ദൈവദാസനെ ദൈവം ഉപയോഗിച്ചല്ലോ. ഞാൻ വന്നപ്പോൾ മുതൽ അദ്ദേഹത്തെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ചില ആളുകൾക്ക് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് ഒരു റൂമിൽ താമസിച്ച് ആയിരിക്കാനിടയായി. ഇന്ന് ഒരുമിച്ച് ഞാൻ മുമ്പേ വിചാരിച്ചു ഇത് എങ്ങനെ സംഭവിച്ചെന്ന്. കാരണം ഒരാളെ ഒരിക്കൽ കണ്ട പിന്നെ അങ്ങനെ സാധ്യതകൾ കുറവാണ്. എന്നാൽ ഇന്ന് ഇവിടെ ഒരുമിച്ച് കാണുവാനിടയായി. വളരെ സന്തോഷമായിരുന്നു. ഞങ്ങൾ അവിടെ ആയിരുന്ന ദിവസങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷയ്ക്ക് പലയിടത്തും പോകാനും ഒക്കെ ഇടയായി. അദ്ദേഹത്തിന് മുമ്പേ ഞാനിങ്ങി പോന്നു. 19 കൊറോണ വരുന്നതിന് മുമ്പ് തന്നെ 31-ാം തീയതി നാട്ടിലെത്തി. അദ്ദേഹം കുറച്ച് ദിവസങ്ങൾ അവിടെ താമസിച്ചിട്ടാണ് വന്നത്. ആമേൻ. ദൈവത്തെ സ്തുതിക്കുന്നു. എന്ന പകൽ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം കൃപ നൽകിയല്ലോ. ആമേൻ. നമുക്ക് തിരുമേശയുടെ മുമ്പിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. വളരെ ഭയത്തോടെ തിരുമേശയിൽ നിന്ന് ഭക്ഷിപ്പാൻ നമുക്കിടയായി തീരട്ടെ. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. ഇതിനൊരു കാലാവധി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. കർത്താവ് തൻ്റെ തിരുസഭയ്ക്ക് അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന ഒരു കർമാനുഷ്ഠാനമാണ് തിരുമേശ എന്നുള്ളത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച അല്ലെങ്കിൽ അഭിഷേകത്തിനായി കാത്തിരിക്കുന്ന വിശുദ്ധിയോടെ ജീവിക്കുന്ന ദൈവമക്കൾക്കാണ്, പ്രാദേശിക സഭകളിൽ ഇതിൽ നിന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുന്ന ആ നിലയിലുള്ള ദൈവമക്കൾക്കാണ് ഇതിൽ നിന്ന് ഭക്ഷിക്കുവാനുള്ള അവസരങ്ങൾ അവകാശമുള്ളത്. പ്രത്യേകിച്ച് ഇന്ന് പകൽ സ്നാനപ്പെട്ട ആ ദൈവദാസിയോട് സൗകര്യോട് പറയട്ടെ, ഒരുപക്ഷെ പണ്ട് കുർബാനയൊക്കെ എടുക്കുകയോ പള്ളിയിൽ പോവുകയൊക്കെ ചെയ്ത അനുഭവങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ ഇതേക്കുറിച്ച് കേട്ട് അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഈ തിരുമേശ നമ്മെ വിളിച്ചറിയിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ തിരുമേശ ഇവിടെ പറഞ്ഞ പോലെ ഈ അപ്പം നമ്മുടെ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഓർമ്മയ്ക്കാണ്. ഈ പാനപാത്രം അവിടുത്തെ രക്തത്തിൻ്റെ ഓർമ്മയ്ക്കാണ്. കർത്താവ് പറഞ്ഞു, എൻ്റെ രക്തം കുടിക്കാതെയും എൻ്റെ മാംസം നിങ്ങൾ ഭക്ഷിക്കാതെ ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും സമൃദ്ധിയായ ജീവൻ ലഭിക്കേണ്ടതിനും ആ ഭാഗത്ത് തന്നെ പറയുന്നു, നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കുക. ഒരിക്കൽ പാപം ചെയ്ത് നിത്യജീവൻ നഷ്ടപ്പെട്ട മനുഷ്യന് യേശുക്രിസ്തുവിനോട് ചേർന്ന് കഴിയുമ്പോൾ, അവന്റെ മരണ അടക്കത്തോട് ഏകീഭവിച്ചു കഴിയുമ്പോൾ ആ നിത്യജീവനിലേക്ക് അവൻ പ്രവേശിക്കുക. ആ നിത്യജീവൻ പ്രാപിക്കുക. ജീവൻ മാത്രമല്ല, സമൃദ്ധിയായ ജീവൻ, നിത്യമായ ജീവൻ ഉണ്ടാകേണ്ടതിനാണ്. മറ്റൊന്ന് കർത്താവ് പറഞ്ഞു, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവനെ ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. കർത്താവിനോട് കൂടെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ വ്യക്തി ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ, കർത്താവിനോട് കൂടെ വസിക്കാൻ വേണമെങ്കിൽ തിരുമേശയിൽ നിന്ന് ഭക്ഷിച്ച് പാനം ചെയ്യും. നമ്മെ തന്നെ ശോധന ചെയ്യണം. അത് മാത്രമല്ല, ഈ അപ്പത്തെയും നാം തിരിച്ചറിയണം. ഇത് കർത്താവിന്റെ ശരീരമാണ് എന്നുള്ള ഓർമ്മ നമുക്കുണ്ടാകണം. ചുമ്മാതെ വന്ന ഒരു അപ്പ കഷ്ണം പിടിച്ച് തിന്നല്ല. പണ്ടൊരിക്കൽ ഒരു സഭയില് ഒരു അവിടുത്തെ കാര്യസ്ഥനായ ഒരു അച്ചായനുണ്ടായിരുന്നു. അദ്ദേഹം മദ്യപിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. ആശു പറഞ്ഞു, ഭക്ഷിക്കരുത്, എടുക്കരുത് എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം ബലമായിട്ട് എല്ലാവരും എടുത്തതിനേക്കാൾ ഒരു ബ്രെഡിന്റെ പകുതി മുറിച്ചെടുത്തു. എന്താ ചെയ്യുമെന്നുള്ള ഭാവത്തിൽ ബ്രെഡ് പകുതി മുറിച്ച് തിന്നുവാനിടയായി. പക്ഷേ സംഭവിച്ചത്, അദ്ദേഹം ഇതൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോയ വഴിയിൽ തന്നെ നല്ലൊരു വാഹനം ഇടിച്ച് അവിടെ വെച്ച് വീണ മരിപ്പാനിടയായി. വചനം പറഞ്ഞ് ഇവിടെ വായിച്ചു കേട്ടു, ഇത് അയോഗ്യമായി ഭക്ഷിച്ചാൽ മരണം സംഭവിക്കും.
അനേകർ ആത്മീയ മരണം സംഭവിച്ച് ജീവിക്കുന്നവരാ. ആത്മീയ മരണം മാത്രമല്ല, ശാരീരികമായി അത് സംഭവിക്കാനിടയുണ്ട്. അതുകൊണ്ട് വളരെ ഭയത്തോടെ കഴിക്കേണ്ട ഒന്നാണ് തിരുമേശ എന്നുള്ളത്. ഭയത്തോടെ ദൈവകൃപയിൽ ആശ്രയിച്ച് നമുക്ക് ഇന്ന് ഈ ശുശ്രൂഷയിലേക്ക് അടക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്കായി നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കാം. കർത്താവേ, ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരിക. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ച് ഇവിടെ കൂടുവാനിട ഞങ്ങളുടെ യാത്രയിലൊക്കെ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. പ്രിയ സഹോദരിക്ക് ഇന്ന് പകൽ ദൈവകൽപ്പന അനുസരിപ്പാൻ ദൈവഭാഗ്യം കൊടുത്തതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, അഭിഷേകം പ്രാപിച്ച് അതിനുവേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽ ഒരുമിച്ച് ഇവിടെ കൂടി വന്നിരിക്കുക. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ മേശയുടെ അടുക്കിലേക്ക് വരുമ്പോൾ അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ ഒന്നുകൂടെ കഴുകണമേ കർത്താവേ. ഞങ്ങളുടെ ജഡത്തിൻ്റെ ഈ ആത്മാവിൻ്റെ ഈ സകല കന്മഷങ്ങൾ പോക്കി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്ന പോലെ അങ്ങയുടെ വചനത്താലും അവിടുത്തെ ആത്മാവിനാലും ആമേൻ ഞങ്ങളെ ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ രക്തം ഞങ്ങളുടെ സകല പാപവും പോക്കി ഞങ്ങളെ ശുദ്ധീകരിക്കുന്നതാകയാൽ അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. ഇതിൽ ഭാഗവാക്കുകളാകുന്ന എല്ലാവരുടെ മേലും അവിടുത്തെ കൃപ പകർന്ന് ആമേൻ ഈ തിരുമേശ ഭക്ഷിക്കുമ്പോൾ അത് ജീവനും സൗഖ്യവും അനുഗ്രഹമാക്കി തീർക്കണമേ. ശുശ്രൂഷിപ്പാൻ ദൈവം ബലപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ക്രൂശിന്മേൽ കാണുന്ന ഒന്ന് രണ്ട് തിരുവചനങ്ങൾ നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 16-17 വാക്യം ഓരോ ദേവദാസന്മാർ ആരെങ്കിലും ഒരാൾ വായിച്ചിട്ട്. പതിനൊന്നാം അധ്യായത്തിന്റെ 23 മുതലുള്ള വാക്യങ്ങൾ. എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിന് പുതിയമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം ഭക്ഷിക്കുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു. അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. പ്രിയമുള്ളവരെ, ഒരു നിമിഷം കൂടെ നമുക്ക് നമ്മുടെ കണ്ണുകളടച്ച് നമ്മെ തന്നെ ശോധന ചെയ്യുവാനിടയാകട്ടെ. നാം വായിച്ചു കേട്ടതുപോലെ ഇത് കർത്താവിൻ്റെ ശരീരമാണ്. നാം ഭക്ഷിക്കുന്ന ഈ അപ്പം കർത്താവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയാണ്. നാം പാനം ചെയ്യുവാൻ പോകുന്ന ഈ ആമേൻ പാനപാത്രം യേശുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയാണ്. അപ്പം ഒന്നാണ്. അനേക ഗോതമ്പ് മണികൾ ചേർന്ന് ആമീൻ ഒരപ്പമായി തീർന്നതുപോലെ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങളായി നാം അവിടുത്തെ ശരീരമായി ഒരു ശരീരമായി തീർന്നിരിക്കുന്നു. ഒരപ്പത്തിൻ്റെ അംശങ്ങളാക്കി ദൈവം നമ്മെ തീർത്ത ആ ദൈവകൃപയെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. പൗലോസ് പറയാണ്, ഞാനിത് കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണ്, ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയാണ്. നാം ഈ അപ്പവിഞ്ഞുകൾ ഭക്ഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപകൾ ദൈവം പകരട്ടെ, നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഒരിക്കൽ കൂടെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുക. ശുശ്രൂഷിപ്പാൻ കർത്താവ് കൃപ ചെയ്യും. ഇതിൽ നിന്ന് ഭാഗവാക്കാകുന്ന അവിടുത്തെ മക്കളെ ദൈവം അനുഗ്രഹിക്കും. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കും. ഈ അപ്പത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുമനീതി ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തരുമാറാകണമേ. ഈ പാനപാത്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നിരിക്കുക. സ്തോത്രം. അവിടുത്തെ സാന്നിധ്യത്തിൽ ഞങ്ങളെ മറയ്ക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇതെന്റെ ശരീരം,
എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞു. നാം തുറക്കുന്ന ഈ അപ്പം കർത്താവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയാണ്. നമ്മുടെ ആത്മാവിന്റെയും പ്രാണന്റെയും വീണ്ടെടുപ്പിനായി കാൽവരിയിൽ തകർക്കപ്പെട്ട യേശു കർത്താവിന്റെ ശരീരത്തെ ഓർത്തുകൊണ്ട് ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളേ. നാം അവിടെ തന്നെ അവൻ അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്നെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ എന്ന് പറഞ്ഞു. നാം കുടിക്കുന്ന ഈ പാനപാത്രം യേശുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ നമ്മുടെ ആത്മാവിന്റെയും പ്രാണന്റെയും വീണ്ടെടുപ്പിനായി കാൽവരിയിൽ ചിന്തിയ യേശു കർത്താവിന്റെ രക്തത്തെ ഓർത്തുകൊണ്ട് ഇത് വാങ്ങി പാനം ചെയ്തുകൊണ്ടേ. എടുത്തവൻ വാഴ്ത്തി നുറുക്കി നൽകി. എടുക്കുന്നവർക്ക് എഴുന്നേറ്റ് ഒന്നെടുത്തവൻ വാഴ്ത്തി നൽകി. തൃപ്പാദം തൊഴുന്നതന്നോടെ ശിഷ്യർക്ക്. തൃപ്പാദം തൊഴുന്നതന്നോടെ ശിഷ്യർക്ക്. മഹാത്മ്യം ഇതില്ലനവധിയുണ്ട് രഹസ്യമേ. മഹാത്മ്യം ഇതില്ലനവധിയുണ്ട് രഹസ്യമേ. ഏകൻ പോയല്ലോ ബലി കഴിവതിനാ. ഏകൻ പോയല്ലോ ബലി കഴിവതിനാ. അപ്പമെടുത്തവൻ വാഴ്ത്തി നുറുക്കി നൽകി. അപ്പം ഒന്നെടുത്തവൻ വാഴ്ത്തി നുറുക്കി നൽകി. തൃപ്പാദം തൊഴുന്നതന്നോടെ ശിഷ്യർക്ക്. തൃപ്പാദം തൊഴുന്നതന്നോടെ ശിഷ്യർക്ക്. സർവപാപ കരകൾ തീർത്തു നരരെ രക്ഷിച്ചിടുവാ. സർവപാപ കരകൾ തീർത്തു നരരെ രക്ഷിച്ചിടുവാൻ യേശുദേവൻ ചൊരിഞ്ഞ തീരു രക്തമേ. നാഥൻ യേശുദേവൻ ചൊരിഞ്ഞ തീരു യേശുവോടി നീ എന്നുള്ളമേ. യേശുവോടി ലോകർ ചെയ്ത ദോർക്ക നീ എന്നുള്ളമേ. വേദനേ ഓടേശുദേ ചൊരിഞ്ഞ തീരു രക്തമേ. വേദനയോ യേശുദേവൻ ചൊരിഞ്ഞ തീരു മേ. കാട്ടു ചെന്നായി കൂട്ടമായോ രാടിനെ പീഡിച്ചപ്പോൾ കാട്ടു സർവപാപ കരകൾ തീർത്തു നരരെ രക്ഷിച്ചിടുവാൻ. സർവപാപ കരകൾ തീർത്തു നരരെ രക്ഷിച്ചിടുവാൻ. ഓർവിനാഥൻ
കരങ്ങൾ അടിച്ചെന്ന് ദൈവത്തെ സ്തുതിച്ചിട്ട് പാട്ട് പാടി. ഇന്ന് പകൽക്കാലം ഈ തിരുമേശ എടുത്ത ദൈവമക്കൾ ഒരു സൗഖ്യം പ്രാപിപ്പാൻ, വിടുതൽ പ്രാപിപ്പാൻ, ആരാധനയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ, രോഗികളായി കടന്നു വന്നവർ സൗഖ്യത്തോടെ മടങ്ങിപ്പോകുവാൻ, വേദനയോടെ മടങ്ങി വന്നവർ വിടുതലോടെ മടങ്ങിപ്പോകുവാൻ പകൽക്കാലം ഇടയാകട്ടെ. അല്പസമയം പാടി സ്തുതിച്ചോട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഈ തിരുമേശയിൽ നിന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ ദൈവം നമ്മെ ശക്തീകരിച്ചത്. വിശുദ്ധിയോടെ ദൈവകൃപയോടെ നിൽപ്പാനിടയാകട്ടെ. തീർച്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിപ്പീൻ, യഥാസ്ഥാനപ്പെടുവീൻ, ആശ്വസിച്ചുകൊള്ളുവീൻ, ഏക മനസ്സുള്ളവരാകുവീൻ, സമാധാനത്തോടിരിപ്പീൻ. എന്നാൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവിൻ. വിശുദ്ധന്മാർ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി വന്ദനം ചെയ്യും. സഹോദരിമാർ തമ്മിൽ സഹോദരന്മാർ തമ്മിലും വിശുദ്ധ ചുംബനം ചെയ്ത് ദൈവസന്നിധിയിലിരിക്കാം. ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. നാമദേൻ മധ്യ എഴയും, നാമദേൻ മധ്യ എഴയോ കാണുവാൻ അർത്തിവാളേരും എല്ലാ പ്രത്യാശ മറ്റൊന്നും എന്നെ കാണുവാൻ അർത്തിവാളേരും എല്ലാ പ്രത്യാശ മറ്റൊന്നിലും നീയാനേക്കുള്ളവൻ എന്നാലെയോ എന്നും എന്നേക്കും ഞാൻ നിനക്കുള്ളവൻ, നീയാനേക്കുള്ളവൻ എന്നാലെയോ എന്നും എന്നേക്കോ. കണ്ടാൽ മതി വരാ സുന്ദരരൂപനെ, കണ്ടാൽ മതി വരാ സുന്ദരരൂപനെ, കാണാൻ വാഞ്ചേരുന്നേ, കൂടെ കാണാൻ വാഞ്ചേരുന്നേ, കാന്തനെ കാണുവാൻ അതിവാളേരുന്നേ, എല്ലാ പ്രത്യാശ മറ്റൊന്നിലും കാന്തനെ കാണുവാൻ അതിവാളേരുന്നേ, എല്ലാ പ്രത്യാശ മറ്റൊന്നിലും വിശ്രമിച്ചിടുന്ന സ്വർഗകൊട്ടാരത്തിൽ നിസ്തുല്യമായ പ്രതാപത്തിൽ, നിസ്തുല്യമായ പ്രതാപത്തിൽ കാന്തനെ കാണുവാളേരുന്നേ, പ്രത്യാശ മറ്റൊന്നിനും കാണുവാൻ ഇല്ല, പ്രത്യാശ മറ്റൊന്നിനും കാന്തനെ കാണുവാളേരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിനും കാന്തനെ കാണുവാൻ അതിവാളേരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിനും കാന്തനെ കാണുവാൻ അതിവാളേരുന്നേ, ഇല്ല
ഇല്ല പ്രത്യാശ മറ്റൊന്നിലും കാണുവാൻ പ്രാർത്ഥിപ്പാൻ ഇല്ല പ്രത്യാശ മറ്റൊന്നിലും എല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇത്രത്തോളം ദൈവത്തിന്റെ കൃപ നമ്മോട് കൂടെ ഇരുന്നല്ലോ. ഈ തിരുമേനെ ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് തന്ന അവസരത്തിനായി സ്തോത്രം. ഇതിൽ നിന്ന് ഭക്ഷിച്ച് പാനം ചെയ്ത് എല്ലാവരെയും കർത്താവ് ധന്യമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ദൈവവചനം ശുശ്രൂഷിപ്പാൻ ദൈവം അവസരം നൽകി. അവസരങ്ങൾ തന്ന പ്രിയപ്പെട്ടവർക്ക് നന്ദി പറയുന്നു. ഒരുമിച്ചായിരിക്കാൻ ദൈവം ഇന്ന് പകൽ ഇടയാക്കിയതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. രാവിലെ നല്ല മഴയായിരുന്നു. മഴയില്ലെങ്കിൽ ഞങ്ങൾ 2 പേരേ ഉള്ളായിരുന്നു. മഴ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ 3 പേരൂടെ വന്നു. അതുകൊണ്ട് ചിലർക്ക് മഴ അനുഗ്രഹമാണ് അല്ലേ, ചിലർക്ക് മഴ ബുദ്ധിമുട്ടാണ്. എങ്കിലും മഴയാണെങ്കിലും നമ്മൾ ദൈവത്തെ സ്തുതിക്കും. എല്ലാ കാലത്തും ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പി. എല്ലാ കാലത്തും സുഖത്തിലും ദുഃഖത്തിലും, മഴയുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും, ആരോഗ്യമില്ലാത്തപ്പോഴും എപ്പോഴും ദൈവത്തിന് ആശ്രയിപ്പാൻ ഇടയാകട്ടെ. വിശേഷിച്ച് ഇന്ന് സ്നാനപ്പെട്ട സഹോദരി വിശ്വാസത്തിൽ നിലനിന്ന് ദൈവകൃപയിൽ ശക്തിപ്പെടുവാനിടയാകും. പ്രതിസന്ധികൾ ഉണ്ടാകാം, പരീക്ഷകൾ നേരിടാം, എതിർപ്പുകൾ ഉണ്ടായേക്കാം, ചോദ്യങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നേക്കാം. അതിൻ്റെ നടുവിൽ പതറിപ്പോകരുത്. ഞങ്ങളാരുമല്ല വിളിച്ചത്, ആണോ? വിളിച്ച ദൈവം വിശ്വസ്തന. ദൈവമാണ് വിളിച്ചത്. ദൈവം പറഞ്ഞ അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അവർ അല്ലേ. എല്ലാവരും മാറിപ്പോയേക്കാം. സ്നാനപ്പെടുത്തിയ ആള് ഇനി ഇതിപ്പോ കണ്ടില്ലെന്ന് വന്നേക്ക്. സ്നാനത്തിന് സാക്ഷി നിന്നവരാരും കൂടെ ഉണ്ടാകുന്ന വരത്തില്ല അല്ലേ. എന്നാൽ എല്ലാം ഇപ്പോഴും ലോകാവസാനത്തോളം വായിച്ച വാക്യത്തിൽ അങ്ങനെ കേട്ട് കർത്താവ് പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും ഉണ്ട്. ആമേൻ. അതുകൊണ്ട് സാക്ഷികള് സമൂഹം നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും ഒറ്റയ്ക്ക് ആകപ്പെട്ടു പോകുന്ന അവസരം ഉണ്ടായേക്കാം. പൗലോസ് പറയുന്നു, എൻ്റെ പ്രതിവാദത്തിൽ, 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല. അപ്പൊ ആരും ചിലപ്പോൾ തുണ നിന്നില്ലെന്ന് വന്നേക്കാം. പക്ഷെ വിളിച്ച ദൈവം വിശ്വസ്തൻ. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാൾ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അതുകൊണ്ട് ഒരു നാൾ കൈവിടാത്ത, ഉപേക്ഷിക്കാത്ത ദൈവത്തിൽ ശരണപ്പെട്ട് മുന്നോട്ട് പോകാൻ ഇടയാകട്ടെ. ഇനി ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ. പ്രാർത്ഥിക്കണം, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഭർത്താവ്, മക്കൾ, ബന്ധുക്കൾ, സഹോദരങ്ങൾ എല്ലാവരും ഈ രക്ഷ പ്രാപിക്കണം. നിങ്ങളുടെ അയൽക്കാര്, സ്നേഹിതര് വളരെ പ്രാർത്ഥിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഞാൻ നമ്മളെ അപ്പോസ്തല പ്രവൃത്തി 2 മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവ് പ്രാപിച്ച് വേർപെട്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി. ഇപ്പൊ അപ്പം നുറുക്കൽ വരെ വന്നിരിക്കും. കൂട്ടായ്മ ആചരിക്കാൻ മറക്കരുത്. ദൈവസഭയോടുള്ള ബന്ധത്തിൽ അടുത്ത് എവിടെയാണെന്ന് വെച്ചാൽ അത് ക്രമീകരിച്ച് ആരാധനയ്ക്ക് പോകണം. എതിർപ്പുകളുണ്ടായേക്കാം, പക്ഷേ പോകണം. ആരാധന, കൂട്ടായ്മ നിലനിൽക്കാൻ പറ്റും. എല്ലാത്തിനും മേലെ അവസാനം പറയുന്നു പ്രാർത്ഥന. അവർ അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ച്, കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിച്ച് പോന്നു. അവരുടെ ദിനംതോറുമുള്ള അനുഭവമായിരുന്നു പ്രാർത്ഥന കഴിച്ച്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരും ഉണ്ടായിരുന്നു. സ്നാനം ഒരിക്കലേ ഉള്ളൂ, പക്ഷെ കൂട്ടായ്മ എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കും. അവർ പ്രാർത്ഥന കഴിച്ചു പോന്നു. അവിടെ തുടർമാനമുള്ള കാര്യമാണ്. പണ്ടൊരാള് സ്നാനപ്പെട്ടിട്ട് ഈ വാക്യമൊക്കെ പറഞ്ഞു. അവരപ്പം നുറുക്കി, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി പോന്നു, പ്രാർത്ഥന കഴിച്ചു പോന്നു. അപ്പൊ അന്നത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് പോയി. അടുത്ത ആഴ്ചകൾ സഭായോഗത്തിന് കണ്ടില്ല. പാസ്റ്റർ എന്ന് ചോദിച്ചാൽ എന്താ വരാഞ്ഞ്? പാസ്റ്ററല്ലേ അവിടെ വായിച്ചത്. അവര് അപ്പം നുറുക്കിയും കൂട്ടായ്മ കഴിച്ച് പ്രാർത്ഥിച്ചും പോന്നു. വരാൻ പിന്നെ പറഞ്ഞില്ലല്ലോ. അങ്ങനെ പോകരുത്. ആമേൻ. അത് തുടർമാനമായി ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യമാണ്. പ്രാർത്ഥന കഴിച്ചിട്ടങ്ങ് പോകരുത്. ദിനംതോറും പ്രാർത്ഥിക്കണം. ഇല്ല, ഇപ്പോഴും പ്രാർത്ഥന കുറയരുത്. ആഹാരം കുറഞ്ഞാലും ദിവസം പറഞ്ഞു കഞ്ഞി കിട്ടിയെന്ന് പറഞ്ഞു. ചിലപ്പോൾ കഞ്ഞി പോലും കിട്ടാത്ത അവസരം വന്നേക്കാം. പക്ഷേ അവിടെയും പ്രാർത്ഥന കുറയരുത്. പ്രാർത്ഥനയാണ് നമുക്ക് ജയം തരുന്നത്, നമ്മെ നിലനിർത്തുന്നത്. അതുകൊണ്ട് ദൈവം സഹായിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള കാര്യം അതാണ് ദാസി മുന്നോട്ട് വന്ന് നമ്മുടെ ചില കാര്യങ്ങൾ സംസാരിക്കും. കരമുയർത്തി സന്തോഷത്തോടെ കർത്താവിന് മഹത്വം കൊടുക്കാം. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം സന്തോഷമുണ്ട്?
പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ സ്വർഗം സന്തോഷിക്കുന്ന ഒരു ദിവസം നമുക്കിന്ന് പകൽക്കാലം കർത്താവ് തന്നിരിക്കുകയാ. എല്ലാറ്റിനുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. വേദിയിലായിരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വിശിഷാൽ ഈ ദൈവസഭയ്ക്കായി, അഭിഷിക്തനായി, കുടുംബത്തിനായി, ദൈവജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാനിവിടെ നിൽക്കുമ്പോൾ ആമേൻ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ചിന്തിക്കുവാനും ദൈവത്തിന് നന്ദി പറയാനും ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. 5 പേരാൽ തുടങ്ങിയ ഗിൽഗാൽ മിനിസ്ട്രിയുടെ പ്രവർത്തനം കോവിഡ് കാലഘട്ടങ്ങളിൽ ഇത്രത്തോളം കർത്താവ് മാനിപ്പാൻ, ശ്രേഷ്ഠന്മാരായ അഭിഷിക്തന്മാരെ, അവരുടെ ശുശ്രൂഷകളെ അനുഭവിപ്പാൻ ഇന്ന് പകൽ ഇങ്ങനൊരു മുഖാന്തരം കർത്താവിനാൽ ഒരുക്കപ്പെട്ടതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു തിരുവചനം പ്രസംഗിക്കാനല്ല, എങ്കിലും സ്നാനപ്പെട്ട പ്രിയപ്പെട്ടവളുണ്ട് നമ്മളോടുള്ള ബന്ധത്തിൽ. ഇന്ന് പകൽ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ കർത്താവിൻ്റെ അകത്തളത്തിൽ നൽകിയ ആ വചനത്തിൻ്റെ വെളിപ്പാട് വേഗത്തിൽ ഒന്ന് പറഞ്ഞ് ചില വാക്കുകൾ ഓർമ്മപ്പെടുത്തി ആമേ നമ്മുടെ സമയത്ത് തന്നെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ദാനിയേലിന്റെ പ്രവചനം നമുക്ക് എടുക്കാം. 6-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം ഒരാളൊന്ന് വായിച്ചാട്ടെ. ദാനിയേൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് പകൽ സ്നാനപ്പെട്ട കർത്താവിൻ്റെ ദാസിക്കായി സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഇന്ന് പകല് കർത്താവ് ഇത്രത്തോളം ഒരു കൂട്ടം ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ മറുപടിയാണ്. ആമേൻ. സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന തടവറയിലായിരുന്ന ആമേൻ സ്തോത്രം പത്രോസിനെ പുറത്തു കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗിൽഗാൽ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ എല്ലാ പ്രഭാതത്തിലും വൈകുന്നേരവും ആമേൻ സ്തോത്രം ആമേൻ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ വൃഥാവല്ല എന്ന് ആമേൻ തിരിച്ചറിയത്തക്കവണ്ണം ദൈവം ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുകയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രിയപ്പെട്ടവളെ പരിചയപ്പെടുവാൻ ഇടയായി. വളരെ ശക്തമായി വീഡിയോ പോലും ഉണക്കാൻ കഴിയാതെ സൂമിനകത്ത് എല്ലാ ദിവസവും ഞാൻ സൂം ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം ജോയിൻ ചെയ്യുന്നത് പ്രിയ കർത്താവിൻ്റെ ദാസിയ. ആമേൻ സ്തോത്രം. ആമേൻ 2 വർഷത്തോളം ആകാൻ പോകുന്നു. വളരെ ശക്തമായി വചനം കേട്ട് വിശ്വസിച്ച് അതിൻ്റെ മധ്യത്തിലൊക്കെ ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തി വെളിപ്പെട്ടത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. ഓക്കെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ആ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണം. ഇനിയും ഗിൽഗാൽ മിനിസ്ട്രിക്കകത്ത് ഒരു കൂട്ടം ദൈവമക്കളുണ്ട്, സ്നാനപ്പെടുവാനുള്ളവര് ശക്തമായി പ്രാർത്ഥിക്കണം. 2 ദിവസക്കാലം 3 ദിവസമായി ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു. അപ്പോൾ തന്നെ സ്നാനത്തെക്കുറിച്ച് തൻ്റെ മകൾക്ക് ഒരു ചർച്ചിൽ പോയി ക്ലാസ് കൂടാനോ ആമേൻ സ്തോത്രം ദേവദാസന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പാനോ കഴിയത്തില്ല. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കർത്താവിൻ്റെ ദാസൻ ശമൂൽ പാസ്റ്ററിനെ വിളിക്കാനും ആമേൻ കർത്താവിൻ്റെ ദാസനോട് ക്ലാസ് എടുക്കാനും പറയാനിടയായി. അങ്ങനെ 2 ദിവസം ഞായറും തിങ്കളും വളരെ ശക്തമായി വചനത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് ആമേൻ സ്തോത്രം സ്നാനത്തെക്കുറിച്ച് സംസാരിപ്പാൻ ദൈവം ഇടയാക്കി തീർത്തു. കടന്നു വന്ന എല്ലാവർക്കും, അതിന് ജോയിൻ ചെയ്ത എല്ലാവർക്കും അതൊരു പലരും എനിക്ക് മെസ്സേജ് ഇടാനിടയായി. ഞാൻ റെക്കോർഡ് ചെയ്തത് പലർക്ക് അയച്ചു കൊടുത്തപ്പോൾ ആ വാക്കുകൾ ആമേൻ, ആ വചനങ്ങൾ വലിയ അനുഗ്രഹവും ഉറപ്പും എന്തിനാ സ്നാനപ്പെടുന്നത്, എന്തിനാ സ്നാനപ്പെട്ടത് എന്നൊക്കെ ആശയക്കുഴപ്പത്തിലിരുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നെന്ന് ഈ ക്ലാസ് എടുത്തപ്പോഴാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഞാൻ ഓർത്ത് ചില ക്ലാസ്സുകളൊക്കെ അകത്തലത്തിൽ അവ ചിന്തിക്കുന്ന ചില വിഷയങ്ങൾ പുറത്തു വരുമെന്ന് ചിന്തിപ്പാനിടയായി തീർന്നു. അങ്ങനെ ആ ക്ലാസ് എടുക്കാൻ കർത്താവിൻ്റെ ദാസനെ 2 ദിവസക്കാലം കർത്താവ് ബലപ്പെടുത്തി. പ്രത്യേകാലം ഇന്ന് പകൽക്കാലം ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വന്ന കർത്താവിൻ്റെ ദാസൻ മീറ്റിംഗ് കൂടാനായിട്ട് വന്നതാണ്. പക്ഷേ ഇവിടെ വരുമ്പോഴാണ് ഞാൻ അല്പസമയം കർത്താവിൻ്റെ ദാസന് കൈമാറിയത്. ടൈറ്റസ് പാസ്റ്ററിനോടുള്ള ബന്ധത്തിലാണ് ദേവദാസനെ പരിചയപ്പെട്ടത്. വളരെ ശക്തമായിട്ട് സ്തോത്രം നമ്മിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെക്കുറിച്ച് കൈമാറാൻ ഇടയായല്ലോ. രാജു തോമസ് വാസനായി സ്തോത്രം. കർത്താവിൻ്റെ ദാസനോടും ഇവിടെ വന്നപ്പോഴാണ് ശുശ്രൂഷ പരമേൽപ്പിച്ചത്. ആ കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്യുവാനിടയായി. എല്ലാത്തിനുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇല്ലായ്മ ചെയ്യാൻ, നമ്മെ നശിപ്പിച്ച് കളയാൻ, തകർത്ത് കളയാൻ, പ്രാർത്ഥന കൂടിവരവുകളെ, ലക്ഷ്യത്തെ, ഉദ്ദേശങ്ങളെ, നിയോഗങ്ങളെ, ആത്മീയ പദ്ധതികളെ തകർത്തു കളയാൻ, വാഗ്ദത്തങ്ങളെ ഇല്ലാതാക്കാൻ ശത്രു ഒരു ഭാഗത്ത് അവൻ്റെതായ പദ്ധതിയോടെ തല ഉയർത്തിയപ്പോൾ മറുഭാഗത്ത് ഒരു കൂട്ടത്തിന്റെ ശക്തമേറിയ പ്രാർത്ഥന ഇന്ന് ലോക രാജ്യങ്ങളിൽ പലരെയും ക്രിസ്തുവിൽ ഉറപ്പിക്കാൻ ദൈവം ഇടയാക്കി തീർത്തു. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു സ്നാനം മാത്രമേ ഇങ്ങനെ ഒരു പബ്ലിക്കായിട്ട് നടക്കുന്നത്. പക്ഷേ ഇത് 50-ാമത്തെ സ്നാനമാണ് നമ്മുടെ
ഗിൽഗാൽ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം വില കൊടുത്ത നാളുകളെ ഓർക്കുന്നു. ഗിൽഗാൽ മിനിസ്ട്രിക്കകത്ത് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം, കണ്ണുനീരോടെ ഉപവസിക്കുന്ന ഒരു കൂട്ടം, ഞങ്ങളോട് ചേർന്ന് ഞങ്ങൾക്ക് കൈത്താങ്ങൾ തരുന്ന ഇത്രയും ദൈവദാസന്മാർ, ആമേൻ, എല്ലാത്തിനെയും ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു, കർത്താവിന് നന്ദി പറയുന്നു. നമ്മൾ വായിച്ചതായ വാക്യം നമുക്കേറെ സുപരിചിതമാണ്. അവിടെ വായിക്കുന്നു, ദാനിയേൽ ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് അവന് യാതൊരു കേടും, ഒന്ന് ഉറക്കെ പറഞ്ഞേ, കേടും, ഒന്നോട് പറഞ്ഞേ, കേടും പറ്റിയതായി കണ്ടില്ല. ഉറക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട്, താൻ സേവിച്ച, താൻ ആരാധിച്ച, താൻ അറിഞ്ഞ ആ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചത് കൊണ്ട് തനിക്കൊരു കേടും പറ്റിയില്ലെന്ന്. ഓ റീബാരകം തുരകരതി അടകം വിശ്വസിക്കാൻ തയ്യാറായാൽ, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ തയ്യാറായാൽ, ഇന്ന് പകൽക്കാലം നിന്നെ തകർത്തു കളയുമെന്ന്, നിന്നെ ഇല്ലാതാക്കുമെന്ന്, നിനക്കെതിരെ ദോഷം നിരൂപിക്കുന്ന ചില നിരൂപണങ്ങളെ സ്വർഗത്തിലെ ദൈവം ക്യാൻസൽ ആക്കിയിട്ട് നിന്നെ പരിപാലിപ്പ്, നിന്നെ സൂക്ഷിപ്പ് ദൈവം സർവശക്തനാണെന്ന് ഇന്ന് പകല് പരിശുദ്ധാത്മാവ് ഇടപെടുകയോ. ദാനിയേലിനെ കുറിച്ച് പഠിക്കുമ്പോൾ ദാനിയേൽ വളരെ വിശ്വസ്തനല്ലേ, ഒരു തെറ്റും അവനിൽ കാണാനില്ല. എന്നാൽ 30 ദിവസം രാജാവിനോട് പ്രാർത്ഥിക്കണമെന്നുള്ള കൽപ്പന പുറത്തു വരുമ്പോൾ താൻ അറിഞ്ഞ സത്യത്തിന് വേണ്ടി വില കൊടുത്തു. ഈ കാലഘട്ടം വല്ലാത്ത കാലഘട്ടമാ. നാം അറിഞ്ഞ സത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക, നമ്മിലുള്ള അഭിഷേകത്തെ, നമ്മിലുള്ള ദൈവകൃപയെ നശിപ്പിക്കുക. ദുഷ്ടപിശാച് തല ഉയർത്തുമ്പോൾ ദൈവകൃപ പ്രാപിച്ച ദൈവ കുഞ്ഞ് ആത്മാവിൽ പുറത്തു വരും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, വചനം പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ഉണ്ടെന്ന് പറഞ്ഞല്ലേ, എങ്കിലും നിങ്ങൾ, അതാ നമ്മുടെ ഉറപ്പ്. ആരാ പറഞ്ഞേ? ജീവനുള്ള സർവശക്തനായ ദൈവം പറയുക, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ലോകത്തെ ജയിച്ചവർ നിന്നോട് കൂടെയുണ്ട്. ഇന്ന് പകൽക്കാലം നിന്റെ പ്രാർത്ഥനയ്ക്കെതിരെ, നിന്റെ ആരാധനയ്ക്കെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, വിശ്വാസ നിലനിൽപ്പിനെതിരെ വെല്ലുവിളിക്കുന്ന ചില അന്ധകാര പൈശാചിക പോരുകൾ പിന്തുടരുന്ന ചില പാരമ്പര്യ ശക്തികൾ, ചില രോഗക്കെട്ടുകൾ ഇന്ന് പകല് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ ശ്വാസിക്കുകയോ. ചില ഭവനങ്ങൾ വിടുവിക്കപ്പെടട്ടെ, ഈ ദേശം വിടുവിക്കപ്പെടട്ടെ, ചിലർ പുറത്തു വരട്ടെ, ആത്മാവിൽ പുറത്തു വരട്ടെ, ചിലതിനെ വിട്ടുതരാതെ വന്നു വെല്ലുവിളിക്കുന്ന ദുഷ്ടന്റെ ശക്തി ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് ശാസിക്കുകയോ. Oh Jesus, hallelujah, hallelujah, hallelujah. 30 ദിവസം കണക്കുകൂട്ടി പ്ലാൻ ചെയ്ത് ഒരുവന്റെ പ്രാർത്ഥനയെ നഷ്ടമാക്കാൻ, ആ വചന വെളിപ്പാട് ഞാൻ പറയുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയാൻ പറയുന്നു. ദിവസങ്ങൾ കണക്കുകൂട്ടി, ആഴ്ചകൾ കണക്കുകൂട്ടി, മാസങ്ങൾ കണക്കുകൂട്ടി, നിനക്ക് നിന്റെ ഭവനത്തിനകത്തു, നിനക്ക് നിന്റെ തലമുറയ്ക്കോ, നീയും നീ വിശ്വാസ നിലനിൽപ്പിനോ എതിരായി ശത്രു പ്രഖ്യാപിക്കുന്ന പദ്ധതികള് ഇന്ന് പകൽ സ്വർഗം ക്യാൻസലാക്കുകയോ. ആത്മാവിന്റെ വലിയ സാന്നിധ്യം, അഭിഷേകത്തിന്റെ ഒരു കൈമാറ്റം, ആത്മാവിന്റെ
വലിയ നിയോഗം ഇന്ന് പകൽ ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ഇവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസനെ ആമേൻ കർത്താവിന്റെ ദാസനെന്തി പ്രൈസ്. ഇവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസനെ ഒന്നിനെ കുറിച്ച് ഭയപ്പെടേണ്ട. കർത്താവ് വൻ കാര്യം ചെയ്യും കേട്ടോ, വൻ കാര്യം ചെയ്യും. ഈ ആണ്ട് അവസാനിക്കുന്നതിന് മുൻപ് ദൈവസഭയോടുള്ള ബന്ധത്തിൽ കർത്താവിന് ചില വാഗ്ദത്തങ്ങൾ കൈമാറാനുണ്ടെന്ന്. നിനക്കും നിന്റെ കുടുംബത്തിനെതിരെ, ഈ ദേശത്തെ പ്രവർത്തനത്തിനെതിരെ കഴിഞ്ഞ നാളുകളിൽ പദ്ധതിയിട്ടതിനെ ഞാൻ നിർമൂലമാക്കിയിട്ട് ഞാൻ എന്റെ സഭയെ പണിയുമെന്ന്. ജീസസ് യേശുവിന്റെ രക്തം ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. താൻ ദിവസം ചെയ്തു വന്നതുപോലെ പ്രാർത്ഥനയ്ക്കായി മുഴങ്കാൽ മടക്കി ആ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവത്തിന്റെ കാതുകളിലെത്തി. തന്റെ ഭക്തന്റെ നിലവിളിയും ആ സങ്കടവും തിരിച്ചറിഞ്ഞപ്പോൾ സ്വർഗം അടങ്ങിയിരുന്നില്ല. രാജാവ് ആമേൻ സേവകന്മാരോട് പറഞ്ഞു അവനെ ഗുഹയിലേക്ക് തള്ളിയിട. പക്ഷെ അവരുടെ കൂടെ ആമേൻ പുറപ്പെടുമ്പോൾ ദാനിയേലിനെ നോക്കി രാജാവ് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാ, നീ സേവിക്കുന്ന ദൈവം നിന്നെ രക്ഷിക്കും. എന്ന് പകൽ ഈ ആലയത്തിനകത്ത് കടന്നു വന്ന ദൈവ പൈതലേ, നീ സേവിക്കുന്ന ദൈവം, നീ വിശ്വസിക്കുന്ന ദൈവം നിന്നെ രക്ഷിപ്പാൻ പ്രാർത്ഥന, നിന്നെ വിടുവിപ്പാൻ പ്രാർത്ഥന. മനുഷ്യ കരങ്ങൾ കുറുകി പോകുമ്പോ ഇന്ന് പകൽ ഈ ദൂത് ഏറ്റെടുക്കണം കേട്ടോ. അമ്മേ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയോ. ഓ ജീസസ്. അമ്മേ, അവന് യാതൊരു ദോഷവും സംഭവിച്ചില്ല. കർത്താവിന്റെ ദാസൻ പറഞ്ഞു നിർത്തിയല്ലോ. ആമേൻ, സ്തോത്രം. അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ചു. ഇനി പ്രാർത്ഥനയുടെ ആഴം വർദ്ധിക്കണം. രഹസ്യത്തിലുള്ള പ്രാർത്ഥന അത് അതിന്റെ ഫലം തരും. പ്രിയപ്പെട്ടവന് തലമുറകളെ പുറത്തു കൊണ്ടുവരും. ആമേ, കഷ്ടതയുടെ മടിവിൽ നിലനിൽക്കാൻ ദൈവം സഹായിക്കും. ആമേ, സ്തോത്ര. ദുഃഖ ശബ്ദത്തോടെ ഗുഹയുടെ അടുക്കൽ ചെന്ന് ആമേ, സ്തോത്ര, അതിരാവിലെ രാജാവ് വിളിക്കുന്ന ഒരു വിളിയുണ്ട്. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ. അവൻ ആരാണെന്ന് ആർക്കറിയാം? കൽപ്പന പുറപ്പെടുവിച്ച രാജാവിനറിയാം. ഇന്ന് പകൽ ഒരു ദൂത് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. നിനക്കെതിരെ വിധി എഴുതിയവൻ അറിയാം നീ ആരാണെന്ന്. അവന്റെ അതരത്തിലൂടെ പറയും നീ ആരാണെന്ന്. ദൈവദാസന്മാരെ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ തകർത്തു കളയാൻ ആയിരിക്കുന്ന ദേശത്ത് മനോഭാരം വരുത്താൻ, ദുഃഖം വരുത്താൻ മറഞ്ഞിരിക്കുന്ന ചില ദേശാന്തര ശക്തിയുടെ വ്യാപാരങ്ങളെ തകർത്തു കളയാൻ ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് കൈമാറുകയോ. ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രിബാരവ ശംദൂര, രിബാരവ. ദാനിയേലിനെ ദേശത്ത് വിടുവിപ്പാനിടയായി, ഗുഹയ്ക്കകത്ത് നിന്ന് രക്ഷിപ്പാനിടയായി. ഒരു നിമിഷം കണ്ണുകളെ ഒന്ന് അടച്ചേ. ഹല്ലേലൂയ. വ്യക്തിപരമായി നാം കടന്നു പോകുന്ന ചില മനോദുഃഖമുണ്ടല്ലോ, ആരോടും തുറന്നു പറയാൻ കഴിയാതെ. ആമേ, രഹസ്യമുറിയിൽ ആ പ്രാർത്ഥന റൂമിൽ കവന്നു കിടന്ന് കരയുന്ന ചില പ്രാർത്ഥന ശബ്ദമില്ലേ? ആമേ, യെരൂശലേമിന്റെ നേരെ താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ കിളിവാതിൽ തുറന്ന് താൻ വിശ്വസിച്ച ദൈവത്തോട്, താൻ ഇന്നലകളിൽ ആരാധിച്ച ദൈവത്തോട്, താൻ ഇന്നലകളിൽ സേവിച്ച ദൈവത്തോട് മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ തനിക്ക് വിരോധമായി എഴുതിയ രേഖ അത് തള്ളിക്കളഞ്ഞു. എന്ന് പകൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന അഭിഷിക്ത കുടുംബങ്ങളെ, ദൈവസഭയെ, ദൈവജനമേ, ശത്രു എഴുതിയ ചില രേഖകളെ സ്വർഗം എടുത്തു മാറ്റും കേട്ടോ. 7-ാം മാസം ഞാൻ സൂമിൽ പറയാറുണ്ട്, 7-ാം മാസം പലതും ഉറപ്പിക്കുന്ന മാസമാ. അമ്മേ, പ്രത്യക്ഷത്തിൽ അത് അടയാളമായി പലതും ഉറപ്പിക്കുന്ന മാസമാ. 7-ാം മാസം 17-ാം തീയതി നോഹയെയും കുടുംബത്തെയും ആരരാത്ത് പർവ്വതത്തിൽ ഉറപ്പിച്ചതുപോലെ 7-ാം മാസം ചിലരെ ഉറപ്പിക്കുന്ന മാസമാ. പ്രത്യക്ഷത്തിൽ അത് വെളിപ്പെടും.
സ്ഥലങ്ങളിൽ അത് കാണും, ദൈവസഭകളിൽ അത് കാണും. ഓ ജീസസ്. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ സമാപന സമയത്തിലേക്ക് കടന്നു വരികയാ. ആശീർവാദം പറയുന്നതിന് മുൻപേ ഇവിടുത്തെ കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും അവൻ. എന്നാൽ അതിനു മുമ്പേ ഒരു നിമിഷം നമുക്ക് നമ്മെ ഒന്ന് വിധേയപ്പെടുത്താം. നമുക്ക് നമ്മെ ഒന്ന് ദൈവകരങ്ങളിൽ താഴ്ത്താം. മുറ്റുമായി നമുക്കൊന്ന് സമർപ്പിക്കാം. അവൻ നാം ദൈവത്തെ സേവിക്കുന്നത് എത്രത്തോളമാ, നാം ദൈവത്തിൽ വിശ്വസിക്കുന്നത് എത്രത്തോളമാ. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസന്റെ അതരത്തിലൂടെ നാം കേട്ടു, എല്ലാ കാലത്തും ഞാൻ യഹോവയെ ആശ്രയിക്കും, എല്ലാ കാലത്തും ഞാൻ യഹോവയെ വാഴ്ത്തും. കഷ്ടത വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ, വേദന കടന്നു വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിപ്പാൻ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് തീരുമാനമെടുക്കാൻ കഴിയോ? ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നുണ്ടെ ദൈവം മുമ്പിൽ വെച്ചിരിക്കുന്ന ശുശ്രൂഷ തികയ്ക്കാൻ ആ അഭിഷേകത്തിന്റെ കൈമാറ്റം. രണ്ടാമത്തെ രാജാവെ മാറിയ ദാവീദിന്റെ മേൽ കൈമാറിയ അഭിഷേകം. ദാവീദ് പറയുന്നു, എന്റെ ദീപത്തെ കത്തിക്കോ, എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കോ, നിന്നാൽ ഞാൻ പടക്കുടുതരെ പാഞ്ഞു ചെല്ലോ, എന്റെ ദൈവത്തെ ഞാൻ മതിൽ ചാടിക്കടക്കും. തന്നെ മേൽ പകർന്നിയ അഭിഷേകത്തിനെതിരെ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയുന്ന പ്രാർത്ഥനയ്ക്കെതിരായി, ആത്മതപനം ചെയ്യുന്ന അനുഭവങ്ങൾക്കെതിരായി ഹൃദയപ്രകാരമുള്ള മനുഷ്യനെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ദൈവമായിട്ട് അടുക്കാൻ കഴിയാതെ ചില മതിലുകളെ കെട്ടിപ്പൊക്കുമ്പോൾ ദാവീദ് പറയുകയാ, ഈ മതിലിനെ ഞാൻ അഭിഷേകത്തോടെ ചാടിക്കടക്കും. ഇന്ന് പകൽക്കാലം അമ്മേ ഹല്ലേലൂയ നമ്മുടെ കർത്താവിനെ നമുക്ക് ഉയർത്താം. ഒരു പാട്ടുപാടി നമ്മൾ അല്പസമയം ആരാധിക്കാൻ പോവുക. അവൻ അസാന്നിധ്യം, ദൈവകൃപ നാം അനുഭവിക്കുമ്പോൾ അവൻ ഗിദെയോനോട് പറഞ്ഞതുപോലെ ഈ ബലത്തോടെ പോകാം. എന്തിനാ പോകാൻ പറഞ്ഞ്? ഇന്നലെ വരെ കടന്നുപോയ അനുഭവത്തിലൂടെ കടക്കാനല്ല, ഇന്നലെ വരെ കണ്ട അനുഭവം കാണാനല്ല, ആ പരാജയത്തിൽ വെട്ടുക്കിളി കൂട്ടത്തോടെ വരുന്ന കാഴ്ച കണ്ട് ഒതുങ്ങാനല്ല. ഗിദെയോനേ, അല്ലയോ പരാക്രമശാലിയെ, നീ എഴുന്നേൽക്കണോ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഒറ്റ മനുഷ്യന്റെ ബലത്തോട് മിഥ്യാന ശക്തിയെ തകർക്കാൻ ഈ ബലത്തോടെ നീ പോക. ചിലതിനെ തകർക്കാൻ, ചിലതിനെ ഉടയ്ക്കാൻ, ചിലതിനെ പണിതെടുക്കാൻ ഈ അവൻ മാസത്തിന്റെ അവസാന സമയം ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന നമ്മിലേക്ക് പകരുന്ന ആ അഭിഷേകത്തിന്റെ കൈമാറ്റം ഇന്ന് പകൽക്കാലം അത് കൊതിക്കുന്ന എത്ര പേരുണ്ട്. ഹല്ലേലൂയ. ഞാൻ അവനുള്ളം കൈയിലിരിക്കയാ, ആരുമില്ല നീക്കു ദോഷം ചെയ്യുവാ. ഞാൻ ഇന്നു യേശുവിന്റെ രക്തം
Praise the Lord. ദാനിയേൽ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവൻ ഒരു കേടും വരുത്തിയില്ല, ഒരു ദോഷവും വന്നില്ല. ദാര്യാവേശിന്റെ വാഴ്ചയിലും അവൻ ശുഭപ്പെട്ടിരുന്നു. കർത്താവിനും മഹത്വം. എല്ലാവരും ദൈവത്തിൽ ഇരുന്നാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവിൻ്റെ ദാസൻ ടൈറ്റസ് പാസ്റ്റർ നന്ദി പറയും. ഒടുവിൽ ഇവിടുത്തെ കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. അതിനു മുമ്പേ ഈ ദേശത്തിന് വേണ്ടി, ഈ ദൈവസഭയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ ദാസൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് ഒരു നിയോഗം തരുന്നത് കൊണ്ട് ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ മാത്യു പാസ്റ്റർ പ്രാർത്ഥിക്കാൻ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ ദേശത്തിന് വേണ്ടി നമ്മളിവിടെ കാലുകുത്തിയത്, ഇന്ന് പകൽക്കാലം ഈ ആരാധന വെളിപ്പെട്ടത്, ശുശ്രൂഷകൾ വെളിപ്പെട്ടത്, ഈ ദൈവസഭയ്ക്ക് ഒരു വിടുതലാകട്ടെ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല. കർത്താവിന്റെ നാമം മഹത്വം എടുക്കട്ടെ. അഭിഷേകത്തിലെ കുടുംബത്തെയോ പിന്നെയും ദർശനത്തോടെ എഴുന്നേൽപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കൂട്ടുവിശ്വാസികൾക്കായി പ്രാർത്ഥിക്കാം. ഉറപ്പോടെ ധൈര്യത്തോടെ നിൽക്കുവാൻ പ്രാർത്ഥിക്കാം. ആമേൻ. ദൈവത്തിന്റെ വലിയ കര നമുക്കിങ്ങനെ ഒരു സാവകാശം അവരൊരുക്കി തന്നു. അവരെ കുടുംബമായി, സഭയായി സ്വർഗം അനുഗ്രഹിക്കുവാൻ, അവിടെ എല്ലാ ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം സമർത്ഥമായി ദേശത്തിന്റെ നടുവിൽ ഒരത്ഭുത വിഷയമാക്കി, പലർക്കും ഒരത്ഭുതമാക്കി മാറ്റാൻ ഈ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ മാത്യൂസ് പാസ്റ്റർ പ്രാർത്ഥിക്കും. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഒരു നിമിഷം കൂടെ നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവെ, വാഴ്ത്തുന്നു. ഇതുപോലെ കാലം കർത്താവെ ഈ ദേശത്ത് കർത്താവെ ഞങ്ങൾക്ക് ഒന്നിച്ച് കടന്നു വന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയ്ക്ക് ദൈവമേ കർത്താവെ മുഖാന്തരം ഒരുക്കി തന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്വർഗം സന്തോഷിക്കുന്ന ഏറ്റവും വിലയേറിയ ഒരു ശുശ്രൂഷ കർത്താവെ ഇന്ന് പകൽക്കാലം കർത്താവ് ഈ ദേശത്ത് വന്ന് ചെയ്തെടുക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഇതിന് മുഖാന്തരമായ കർത്താവെ ഈ സഭയും കർത്താവെ, ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസനെ കുടുംബത്തെയും ഇവിടുത്തെ എല്ലാ കുടുംബാംഗങ്ങളെയും ഞങ്ങൾ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ ദേശത്ത് മുൻപിൽ കർത്താവെ എന്നെ മാനിക്കുന്നവരെ ഞാനും മാനിക്കുന്നു വചനം പറയുന്നത് പോലെ ഒരനുഗ്രഹത്തിന് തുടക്കം കുറിക്കുന്ന, ചില കൈമാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു നല്ല സുദിനമാക്കി കർത്താവെ ഇന്ന് പകൽക്കാലത്തെ കർത്താവ് ദേശത്തിടയാക്കി തന്നിരിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും കർത്താവെ ഞങ്ങൾ ഈ പകൽക്കാലം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവെ ദൈവനാമത്തിനായി ഉല്ലാസ പച്ചവെള്ളം കൊടുത്താലും അതിന് പ്രതിഫലമുണ്ടെന്ന് ഞങ്ങൾ വചനത്തിൽ വായിക്കുന്നത് പോലെ ഈ ആലയം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി തുറക്കുവാൻ തക്കോണം കർത്താവെ കാണിച്ചുള്ള കൂട്ടായ്മകൾക്കും കർത്താവെ പകരമായി ഈ ദേശത്തവരെ മാനിച്ച് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശുശ്രൂഷയിലൂടെ ദേശത്തുനിന്ന് അനേകരെ പുറത്തു കൊണ്ടുവരുവാൻ, ഇന്നുവരെ ദേശം കണ്ടിട്ടില്ലാത്ത ഒരു നിലയിലേക്ക് കർത്താവെ ശുശ്രൂഷ ദേശത്ത് വളർന്നു വരുവാൻ സ്വർഗം അവരെ ഇടയാക്കണമേ. അതിനുവേണ്ടി നിന്റെ ദാസനെ കുടുംബത്തെ ഉപയോഗിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ സാലയത്തിലെ ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവർ സഭയ്ക്ക് ഒരു അനുഗ്രഹമായി തീരണമേ. ഇന്നുവരെ കടന്നുപോയ പ്രതികൂലങ്ങള്, പ്രതിസന്ധികളെല്ലാം നീക്കി അനുഗ്രഹത്തിന്റെ നാളുകളായി ഇവർ മാറുവാൻ സ്വർഗം സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനായി കടന്നു വന്ന എല്ലാ കുടുംബങ്ങളെയും ഞങ്ങള്, വ്യക്തിവിധങ്ങളെയും ഞങ്ങൾ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തർക്കും ഇതൊരു അനുഗ്രഹമാക്കി കർത്താവ് തന്നിരിക്കുന്നതിനായി സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് സ്നാനമേൽക്കുവാൻ തക്കോണം ഇടയാക പ്രിയ സഹോദരൻ ഞങ്ങൾ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി തീരുവാൻ, ഏത് പ്രതിസന്ധികളെ, പ്രതികൂലങ്ങളെ അതിജീവിക്കുവാനുള്ള അധികമായ കൃപ ദൈവം പകർന്നു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. യോശുവ പറയുന്നത് പോലെ ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ ആശ്രയിക്കുന്നു പറയുന്നത് പോലെ പിതാക്കന്മാർ സേവിച്ചു വന്ന ദേവന്മാരെ എല്ലാം വിട്ട് ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കുന്നു ഏകയായി ഇറങ്ങി തിരിച്ചെങ്കിലും കർത്താവേ ഇതൊരു ജീവിതത്തിന്, കുടുംബത്തിന് ഒരു വഴിത്തിരിവാക്കി ദൈവം കൊടുക്കുമാറാകണേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തില് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം, ഒരു അനുഗ്രഹമാക്കി കൊടുത്തിരിക്കുന്നതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കരമുയർത്തി സന്തോഷത്തോടെ കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ ടൈറ്റസ് പാസ്റ്റർ ഇപ്പോൾ നന്ദി പറയും. ആമേൻ.
പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വലിയ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. നമ്മുടെ സമയം വേഗത്തിൽ അത് മുൻപോട്ട് പോകുന്നത് കൊണ്ട് ഇനി കൂടുതൽ സമയം നന്ദി പറഞ്ഞ് സമയത്തെ ഞാൻ ദീർഘിപ്പിക്കാൻ താല്പര്യപ്പെടുന്നില്ല. കാലാവസ്ഥ ഒക്കെ നമുക്ക് വളരെ അനുകൂലമായിട്ട് കർത്താവ് ക്രമീകരിച്ചു. നമ്മുടെ ചുറ്റുപാടുകളെല്ലാം മഴയാണ്. നമ്മുടെ ഇവിടെ മാത്രമേ ഉള്ളൂ മഴയില്ലാത്തത്. ഒന്ന് രണ്ട് പേര് ഇപ്പോൾ ഇവിടെ കടന്നു വന്നിട്ട് പറഞ്ഞു ചുറ്റുപാടിലൊക്കെ മഴയാണ്. തിരുവല്ല, തൃശ്ശൂർ ഈ ഏരിയയിലൊക്കെ മണ്ണിടിച്ച് മരണങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് നമ്മളെ ഇത്രത്തോളം സഹായിച്ചു എന്നുള്ളത് ഓർത്ത് എല്ലാവിധമായിരിക്കുന്ന നന്ദിയും പ്രാരംഭത്തിൽ ഞാൻ ദൈവത്തിന് അറിയിക്കുകയാണ്. ഈ മീറ്റിംഗ് ഇവിടെ ക്രമീകരിക്കണമെന്ന് പ്രിയ ആൻറ്റി പറഞ്ഞ അന്ന് മുതൽ ഞാൻ അങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവെ കാലാവസ്ഥ ഒക്കെ അനുകൂലമാക്കി തീർക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ രാത്രിയിലും ആ വിഷയമെല്ലാം ഓർത്ത് പ്രാർത്ഥിച്ച് 3:30 ആയപ്പോൾ ചാടി എഴുന്നേറ്റു. അയ്യോ സമയം പോയല്ലോ എന്ന് വിചാരിച്ച് 3:30 എഴുന്നേറ്റ് പോകാനുള്ള ധൃതിയിൽ ഇങ്ങനെ ഇരിക്കുക. പക്ഷേ സ്തോത്രം, അലാറം വെച്ചപ്പോൾ അത് കേട്ടില്ല. അലാറം ഞാൻ ഇതുവരെ എൻ്റെ ഫോണിൽ അടിച്ചിട്ടില്ല. 5 മണിക്ക് അലാറം വെച്ചത്, ഇതുവരെ അലാറം അടിച്ചില്ല. അപ്പോൾ ഞാൻ രാവിലെ ആകെപ്പാട് വിഷമിച്ചു പോയി. കർത്താവ് ഈ മീറ്റിംഗ് കഴിഞ്ഞോ, എല്ലാവരും വന്നോ എന്നൊക്കെയുള്ള ചിന്തയൊക്കെ എൻ്റെ മനസ്സിൽ കടന്നു വന്നു. എന്താണെങ്കിലും കർത്താവ് നമ്മൾ എല്ലാവരെയും കൂട്ടിവരുത്തി. ഒരു ആൻറ്റിയൊക്കെ 4 മണിക്ക് ഇവിടെ നിന്ന് എഴുന്നേറ്റെന്നാണ് ഞാൻ അറിഞ്ഞത്. 4 മണിക്ക് അല്ലേ, 4 മണിക്ക് യാത്ര ചെയ്തതെന്ന് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഇനി നമ്മുടെ മുൻപിൽ വിശപ്പാണ്. അതുകൊണ്ട് ഇനി ഞാനൊരു പ്രസംഗമോ അല്ലെങ്കിൽ ഒരു നന്ദിയൊന്നും പറഞ്ഞ് എന്ത് ചെയ്യുന്നില്ല, മുൻപോട്ട് കടന്നു പോകുന്നില്ല. സ്തോത്രം. ഈ മീറ്റിങ്ങിനെ കുറിച്ച് ആൻറ്റി അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വലിയ ചിന്തകൾ കടന്നു വന്നു. ഇവിടെയാണ് ഞങ്ങൾ ആരംഭത്തിൽ ചിന്തിച്ചു ഞങ്ങളുടെ വീട്ടിൽ വെച്ച്, കൊട്ടാരക്കര വീട്ടിൽ വെച്ച് നടത്താം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചു. അപ്പോഴാണ് പറഞ്ഞ സ്നാനമുണ്ട്, മാത്രമല്ല തിരുവത്താഴത്തിന് ശുശ്രൂഷയുണ്ട്. ഈ 2 കാര്യങ്ങൾ ചെയ്യേണ്ടതുകൊണ്ട് എങ്ങനെയാണെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ കടന്നു വന്നു. ഞാനങ്ങനെ പെട്ടെന്ന് നമ്മുടെ മുൻപിലായിരിക്കുന്ന പ്രിയ അലക്സാണ്ടർ പാസ്റ്റർ, അദ്ദേഹത്തെ എനിക്ക് പരിചയമുണ്ട്. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ സഭയിൽ ഞാൻ ശുശ്രൂഷയ്ക്ക് വന്നിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ഇവിടെ അടുത്താണ്, നല്ല സിറ്റിയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ദേവദാസിനെ വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ മീറ്റിംഗ് നടത്തുന്നതിൽ കുഴപ്പമില്ല, അവിടെ സ്നാനം നടത്തുവാനുള്ള സ്നാനത്തൊട്ടിയില്ല, മാത്രമല്ല ഭക്ഷണം കഴിച്ചതിന് ശേഷമായിട്ട് നമ്മൾക്ക് വേസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ഇടാനുള്ള സിറ്റി ആയതുകൊണ്ട് ഒരല്പം ബുദ്ധിമുട്ടുണ്ട് എന്നോട് പറയുവാനായി തുടങ്ങി. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഇവിടുത്തെ പാസ്റ്റയെക്കുറിച്ച് എന്നോട് പറയുവാനായി. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇവിടെ അടുത്തൊക്കെ ഞാൻ മീറ്റിങ്ങിന് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് മധുപാസ്റ്റയെ ഞാൻ മുഖാമുഖം കണ്ടിട്ടില്ല. എന്താണെങ്കിലും ആ മീറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞ് അന്ന് രാത്രി ഞാൻ ഇവിടെ വരുമ്പോൾ 10 മണിയായി. രാത്രി ഞാൻ വാത്സല്യ ദേവദാസനോടും തൻ്റെ സ്തോത്രം കുടുംബത്തോടും ഒക്കെ ഞങ്ങൾ ചേർന്ന കാര്യങ്ങൾ പറഞ്ഞു, യാതൊരു മടിയും കൂടാതെ. സ്തോത്രം. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഒരു വിഷയവുമില്ല, വെള്ളത്തിൻ്റെ വിഷയം മാത്രമേ ഉള്ളൂ പ്രശ്നം. സ്നാനം നടത്തുവാൻ ഈ ദിവസങ്ങളിൽ മഴയായതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, പഞ്ചായത്തിൽ വെള്ളം അവർ തുറന്നു വിടുന്നില്ല. വെള്ളത്തിൻ്റെ വിഷയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ക്രമീകരിക്കാം, ഒരു കുഴപ്പവുമില്ല. എല്ലാ കാര്യങ്ങളും ദേവദാസൻ ക്രമീകരിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രിയ ദേവദാസനെ വിളിച്ച് കാര്യങ്ങൾ ചോദിപ്പണ്ടയായി തീർന്നു. ഇന്ന് രാവിലെ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഭാഷ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിട്ടിരിക്കുക. ഇനിയും സ്നാനപ്പെടുത്താനുള്ള വ്യക്തിയും സ്നാനാർത്ഥിയുടെ കടന്നു വന്നാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് എന്നോട് പറയേണ്ടതായി തീർന്നു. ഞാൻ ഈ 2 ദേവദാസന്മാരോടും പ്രാരംഭത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെല്ലാം കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കി. ദൈവനാമത്തിൽ ദൈവദാസനോടും ഈ കുടുംബത്തോട് വിശേഷാൽ ഈ സഭയോടുമുള്ള നന്ദിയെ ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിക്കുന്നു. മറ്റിവിടെ കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കാർക്കും പ്രത്യേകിച്ച് നന്ദി പറയേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവരും ഗിൽഗാൽ കുടുംബത്തിലെ അംഗങ്ങളാകൊണ്ട് ഇനിയും ഒരു നന്ദിയുടെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും ഞാൻ നന്ദി കരയേറ്റുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇത്രത്തോളം കർത്താവ് നമ്മെ സഹായിച്ചു. മാത്രമല്ല അനുഗ്രഹമായ ഫുഡ് നിങ്ങൾക്കായിട്ട് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുകൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. ഉള്ള ഈ സ്തോത്ര സ്ഥലത്തിലും ക്രമീകരണത്തിലും നമ്മൾക്ക് ആ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ട്. അതിനെല്ലാം ചന്തോപചിതമാക്കി കർത്താവ് തീർത്തുവല്ലോ. എല്ലാ മഹത്വം ഒരിക്കൽ കൂടി ദൈവത്തിലേക്ക് അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നന്ദി പറയുകയും ഈ മീറ്റിങ്ങിന് ഞാൻ പറഞ്ഞ സമയം മുതൽ വളരെ കാര്യങ്ങൾ ഓരോ സമയങ്ങളിൽ ആമേൻ അതിൻ്റെതായ കാര്യങ്ങൾ പറയുകയും അതിന് നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്ത ടൈറ്റസ് പാസ്റ്ററോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ ദൈവസഭയും അലക്സാണ്ടർ പാസ്റ്റർ എല്ലാവരും ഓർത്ത് സ്തോത്രം. ഇന്ന് പകൽക്കാല ശുശ്രൂഷകൾ, വിവിധ ശുശ്രൂഷകൾ ചെയ്ത് പ്രാർത്ഥിച്ച് ആമേൻ കടന്നു വന്ന എല്ലാവർക്കും ഗിൽഗാൽ പ്രയർ ഫെലോഷിപ്പിനോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ബലത്തോടെ പോകാ. പ്രതികൂലങ്ങൾ ഏറെയുണ്ട്, ആമേൻ പ്രതിസന്ധികളുണ്ട്. അതിൻ്റെ നടുവിലും ഉറപ്പോടെ നിൽപ്പാൻ ദൈവം സഹായിക്കട്ടെ. എൻ്റെ മോളും കുഞ്ഞും മോനും കടന്നു വന്നിട്ടുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ഗിൽഗാൽ മിനിസ്ട്രിയിലെ എല്ലാവരും പ്രാർത്ഥിപ്പാനിടയായി. കഴിഞ്ഞ വർഷം ജൂലൈ 24-ാം തീയതി മോളുടെ വിവാഹം കഴിയാനിടയായി തീർന്നു. ഉസ്ബെക്കിസ്ഥാനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ഇതിനി 6ാം വർഷമാണ്. സെപ്റ്റംബറിലേക്ക് മടങ്ങിപ്പോകും. കഴിഞ്ഞ ഒരു വർഷം അവിടെ കുടുംബജീവിതം വളരെ അനുഗ്രഹമാക്കി. 2 പേരും 2 രാജ്യത്തായിരുന്നു. ക്ഷേമത്തോടെ കടന്നു വരാനിടയായി തീർന്നു. മോള് മടങ്ങിപ്പോകും. മോൻ മറ്റൊരിടത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ
ഞങ്ങളിങ്ങനെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടി ഞങ്ങളുടെ കുടുംബമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ഗിൽഗാൽ മിനിസ്ട്രി ഓർത്തുകൊണ്ട് പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നാളുകളിൽ വൻ കാര്യങ്ങൾ ചെയ്യും. ഈ കാലഘട്ടത്തിൻ്റെ ശബ്ദമാക്കി ദൈവം നമ്മെ മാനിക്കട്ടെ. എല്ലാവരോടുള്ള നന്ദി തരണത്തിൽ അറിയിച്ചുകൊണ്ട് ഇപ്പോൾ ഈ സഭയിലെ ശുശ്രൂഷകൻ കർത്താവിൻ്റെ ദാസൻ മുമ്പോട്ട് കടന്നു പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, നന്ദിയോടെ തമ്പുരാനെ സ്തുതിക്കുന്ന കർത്താവേ, അപ്പോൾ ഇന്ന് പകലിൽ ഗിൽഗാൽ പ്രയർ ഫെലോഷിപ്പ് മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ അടിയങ്ങളുടെ എളിയ സഭാ ഹാളിൽ വന്ന് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഒരു കൂട്ടായ്മ കൂടുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, ഈ കൂട്ടായ്മയിൽ ആദ്യോടന്തം പങ്കെടുത്ത ഓരോ കുഞ്ഞുങ്ങളെയും തമ്പുരാൻ അവിടുന്ന് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ദയക്കായി സ്തോത്രം. വിശേഷാൽ സ്വർഗം ഇന്ന് ഒത്തിരി സന്തോഷിക്കുന്ന ദിവസമാകയാൽ നന്ദി. ഒരു സഹോദരി കൂടെ കർത്താവേ ഹല്ലേലൂയ, കർത്താവിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ തക്കവണ്ണം, കർത്താവെ സ്നാനപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചല്ലോ. അതിൻ്റെ പിന്നിൽ ഒത്തിരി അധ്വാനിച്ച ഈ പ്രസ്ഥാനത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന, അതിൻ്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവദാസിമാരെയും കർത്താവ് കരങ്ങളിൽ ഉപയോഗിച്ച് അനേകർക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ പിന്നെയും അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ടീമിൻ്റെ പ്രവർത്തനത്തിലൂടെ അനേകർ രക്ഷയിലേക്ക് കടന്നു വരുവാൻ, അനേകർ വിടുതൽ പ്രാപിപ്പാൻ, അനേകർ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി ചേർക്കപ്പെടുവാൻ, അനേകരെ നിത്യരാജ്യത്തിന്റെ ഓഹരിക്കാരായി തീരുവാൻ സ്വർഗം അവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന ചില വിഷയങ്ങളുടെ മുമ്പിലൊക്കെ വല്ലാതെ ഭാരപ്പെട്ടു പോകുന്ന അനേകർക്ക് ഈ പ്രയർ മിനിസ്ട്രിയിലൂടെ ഒരു വലിയ അലലിയ വിടുതലും അനുഗ്രഹമൊക്കെ ആയി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നിവിടെ അങ്ങയുടെ അഭിഷക്തന്മാരിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ആലോചനകളൊക്കെ നൽകിയല്ലോ. കർത്താവയുടെ കൂടപ്പെട്ട ഓരോ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് അടിയങ്ങൾക്കും വേണ്ടിയും കർത്താവ് സംസാരിച്ച ദയക്കായി നന്ദി പറയുന്ന കർത്താവേ, കൂട്ടായ്മയുടെ ആദ്യോടം തമ്പുരാൻ അവിടുന്ന് കൂടെ ഇരുന്ന എല്ലാ കാര്യങ്ങളും അനുഗ്രഹമാക്കിയനായി സ്തോത്രം. ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസന്മാരെ ദാസിമാരെ എല്ലാം അവിടുന്ന് പിന്നെയും മാനിച്ചാട്ടെ. അനേകായിരങ്ങൾക്ക് വേണ്ടി പിന്നെയും പ്രയോജനപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ. പ്രത്യേകിച്ച് ഈ സഭയ്ക്കും അത് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിച്ച ദയക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പിന്നെയും തമ്പുരാൻ അവിടുന്ന് മാനിച്ചാട്ടെ. പ്രിയപ്പെട്ടവരുടെയൊക്കെ മടക്കയാത്രയിൽ സന്തോഷത്തോടെ ഭവനത്തിൽ എത്തിച്ചേരും വരെയും തമ്പുരാൻ എല്ലാവരെയും കൃപയിൽ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വവും തമ്പുരാൻ അർപ്പിക്കുന്നു. പ്രാർത്ഥന തമ്പുരാൻ കേൾക്കുന്ന ദയക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. പിതാവായ ദൈവം തമ്പുരാൻ്റെ സ്നേഹവും ഏകജാതനായ കർത്താവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കാവലും സംസർഗവും കൂട്ടായ്മയും ഇപ്പോഴും എപ്പോഴും നാം പ്രാർത്ഥിച്ച സകല വിഷയത്തിന്മേലും കർത്താവിൻ്റെ വേഗ പ്രത്യക്ഷത വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ജയം തന്ന കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണം. ആമേൻ, ആമേൻ. ഒരു പ്രാവശ്യം കൂടി എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒരുക്കപ്പെട്ട ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ നമുക്ക് പിരിയാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.